ഫസ്റ്റ് വൈറൽ കണ്ടന്റ് ഉണ്ടായി. ആദ്യമായിട്ടൊരു വീഡിയോ നമുക്ക് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഷോർട്സ് അതിനെ പറ്റി എന്താ അഭിപ്രായം? ഇൻ ദ സെൻസ് ഓഫ് ഇവൻ നമ്മുടെ നാട്ടിലിപ്പോ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞ രണ്ട് സൈഡുള്ളത്. ഇതൊരു കുട്ടി മെട്രോയിലേക്ക് വീഴാൻ പോയപ്പോ ഈ ചാടി മറിഞ്ഞു കാല് കാല് ഉടുക്കിയാലോ എന്തെങ്കിലും ഒരു ഉടുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മറമണിന്റെ അടുത്ത് പോകും. എന്തോ മസാല പോലത്തെ സാധനം തേച്ചിട്ട് കാലിട്ട് എന്താ പറയാ. ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പൊ അല്ലാത്തത് എന്താ ആവശ്യം വേണം, ഇവർ കണ്ടുപിടിക്കണം, ഇത് ചെയ്യാൻ എന്ത് സാധനം തോന്നിയിട്ടുണ്ടോ? കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ് കോഴിക്കോട്ടേക്ക് അത് വന്നാൽ മതി. വലിയ ഇന്നോവേഷൻ ഒന്നും വേണ്ട സാറേ. മെഷീൻ എല്ലാ വീട്ടിലും ഓരോ കുടിൽ മെഷീൻ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിങ്ങനെ അതായത് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമുക്ക് ബിരിയാണി വേണം, ബിരിയാണി വെച്ചാൽ ബിരിയാണി ആയിട്ട് അവരിങ്ങനെ കുഴച്ച് മാരിട്ട് സാധനം കാറ് അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരു സ്വിച്ച് വേണമെങ്കിൽ വലുത വേറെ വണ്ടിയാവും, പിന്നെ സ്വിച്ച് വേറെ വണ്ടിയാവും, അല്ലെങ്കിൽ വേറൊരു പർപ്പസിന് വേണ്ടി അത് ഫ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ ഹ്യൂമൻ ഇതാവും ഏലിയൻസ് ഒക്കെ വരുമ്പോൾ ഭാവിയിൽ ഫൈറ്റ് ചെയ്യാൻ ശാസ്ത്രത്തിലൊക്കെ വളർന്നു. ഇപ്പൊ നമുക്ക് പറക്കാൻ പറ്റില്ല എന്ന് പറയില്ല. അതുപോലെ നമ്മള് മറ്റേ അവതാറ് പോലെ വെള്ളത്തിലൊക്കെ അവരാതല്ല വെള്ളത്തിന്റെ അടിയിൽ ജീവിക്കാൻ പറ്റിയ രീതിയില്. അപ്പോ ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഹോളി ഹാബിറ്റാറ്റ്. ഇപ്പൊ നമ്മള് വെറും ഹോളി ഹാബിറ്റാറ്റ് അല്ല, അത് ഹോളി ഹാബിറ്റാറ്റ് നമ്മള് കുറച്ചൊക്കെ നമ്മള് റീച്ചൊക്കെ കിട്ടി അല്ലേ? 10 എപ്പിസോഡ് ഇട്ടു. ആലോചിച്ചൊക്കെ ആ ജേണി നമ്മള് തുടങ്ങിയതും വളരെ പെട്ടെന്നായിരുന്നു. നമ്മള് അറിയാതെ ഇത്രയും ടൈം പോയി. അതുപോലെ തന്നെ ഇവനിപ്പോ നമ്മള് വീഡിയോ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു നമ്മള് മറ്റേ ഫസ്റ്റ് എപ്പിസോഡോ സെക്കൻഡ് എപ്പിസോഡൊക്കെ ഇന്നലെ ചെയ്ത പോലെ. അല്ല, എന്തൊക്കെയാ ഞങ്ങൾക്ക് തോന്നുന്ന മാറ്റങ്ങള്? നമുക്ക് 10 എപ്പിസോഡ് ഇട്ടിട്ടുള്ളൂ. പോലും വിചാരിക്കും എബിലുണ്ട് ഇതാ ഭയങ്കര സംഭവമാക്കണല്ല, നമ്മളൊരു കുഞ്ഞു കുഞ്ഞു മൈൽസ്റ്റോൺ അല്ലേ, നമ്മളിത് എവിടെ ആവും അറിയാതെ തുടങ്ങിയ സംഭവം. നമുക്ക് പേഴ്സണലി ഒരുപാട് ഡിഫറൻസ് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മള് ഫസ്റ്റില് നമ്മള് വന്നിരുന്ന സമയത്തും നമുക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ക്യാമറനെ ഫേസ് ചെയ്യാനുള്ളതും, അങ്ങനെ ആ ഒരു ഡിഫറൻസ് ഇപ്പൊ നമുക്ക് 10ാമത്തെ എപ്പിസോഡ് വന്ന് നിൽക്കുമ്പോൾ 10ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞു. 15ാമത്തെ എപ്പിസോഡ് 12ാമത്തെ ബേസിക്കലി. അപ്പൊ ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞപ്പോ നമുക്കതൊരു ഈസി ഗോയിങ് ആയി തുടങ്ങി. ഈവൻ എഡിറ്റിംഗ് ആയാലും റെക്കോർഡിംഗ് ആയാലും കുറച്ചുകൂടി ഫാസ്റ്റർ ആയി. അപ്പോ എന്നും വന്നാലും ഇവിടെ നമ്മള് ടൈം എടുക്കണേ ലൈറ്റ് വെക്കാനും മൈക്ക് സെറ്റ് ചെയ്യാനും ഒക്കെയാണ്. പക്ഷെ ഇതിന്റെ വേറൊരു പെർസ്പെക്റ്റീവ് ഞാൻ അവന് മെസ്സേജ് അയച്ചിരുന്നു. നമ്മള് ഇതെന്താ അടിപൊളിയാണ്, കാരണം ഓരോ ആഴ്ചയും പല പല ആൾക്കാരെ വരുന്നു. പല ഫോർ എക്സാമ്പിൾ മറ്റേ കരാന്യാസ്, PhD സ്റ്റുഡൻസ്, പിന്നെ മറ്റേ ഡോഗിന്റെ ഒരു എപ്പിസോഡ് ഉണ്ട് നമുക്ക്. അപ്പൊ ഓരോ ദിവസം നമ്മള് ഓരോ ആഴ്ചയും നമ്മൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരെ കണ്ടിട്ട് പല പല രീതിയിലുള്ള ചിന്താഗതികളും എക്സ്പീരിയൻസുകളും നമ്മൾ മീറ്റ് ചെയ്യാണ് പുതിയ ആൾക്കാരെ. ഇറ്റ്സ് ലൈക്ക് ഞാൻ അവനോട് ഇതന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നമ്മളെ സർക്കിൾ ഇങ്ങനെ ബിഗർ ആൻഡ് ബിഗർ ഇതായിക്കൊണ്ടിരിക്കുകയാണ്. ആണ് അതൊരു നല്ല, ഇപ്പൊ നമ്മളിപ്പോഴും ഭയങ്കര ബിഗിനിങ് സ്റ്റേജിലാണ്. ഇതൊരു കരിയറോ ആണ് എന്റെയൊക്കെ ഭാവി, ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ട് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവില്ലേ? നമ്മൾ ഓരോ ആൾക്കാരെ കണ്ടുമുട്ടണോ, അവരതെന്താ മനസ്സിലാക്കണേ. ഇത് ഈ ഒരു വേയിലൂടെ ഞങ്ങളുടെ ഒരു ഗ്രോത്ത് അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആൾക്കാരെ പറ്റി അറിയുന്നു, കൂടുതൽ കാര്യങ്ങളെ പറ്റി അറിയുന്നു. അപ്പോൾ സെയിം അത് നിങ്ങൾ കൂടിയും കാണുമ്പോൾ അത് നിങ്ങൾക്ക് കൂടി എത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വിചാരിക്കുന്നു എന്തായാലും. പിന്നെ നമ്മുടെ ഫസ്റ്റ് വൈറൽ കണ്ടന്റ് ഉണ്ടായി. ആദ്യമായിട്ടൊരു വീഡിയോ നമുക്ക് അത്യാവശ്യം 20,000+ വ്യൂസ് ഒക്കെ ഷോർട്സ്. അതിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം? നമ്മുടെ ആ ഒരു വീഡിയോ വൈറൽ ആവണതിനെ പറ്റിയിട്ടും അതിൽ വന്ന കമന്റ്സും നമുക്ക് എന്താ തോന്നിയത്? ഐ തിങ്ക് മെജോറിറ്റി ഓഫ് വ്യൂവേഴ്സ് കണ്ടിട്ടുണ്ടാവും. അത് ഇല്ല കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക, യൂട്യൂബിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷോർട്സിൽ കയറി നോക്കുക. അപ്പോൾ അത് ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് തന്നെയാണത്. റീച്ച് കിട്ടി, അത്രയും ആൾക്കാർ കണ്ടു, ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തു, പലരും പലരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അതിൽ പറഞ്ഞു, പെർസ്പെക്റ്റീവ് പറഞ്ഞു. അപ്പോ എല്ലാവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മളൊരു വീഡിയോ ഇടുമ്പോഴും അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞാൽ അത് ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ, ക്രിട്ടിസൈസ് ചെയ്യാൻ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അവര് കുറെ അസംഷൻസിൽ എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട്. അപ്പൊ അതിലൊരു ഇത് പറയണ നമ്മുടെ ഭാഷ കേട്ടിട്ട് ഇവര് സുഡാപ്പി ചാനലാണ്, അല്ലെങ്കിൽ നമ്മളാ ഇപ്പം റീൽ എന്ന് പറഞ്ഞാൽ
ഇവിടെ പോളണ്ടില് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി വന്നപ്പോ ഒരാള് കാണാൻ പോയി, അയാൾ കണ്ടിട്ട് അയാളുടെ ഹോണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളൂ ചങ്ങായി. പക്ഷെ അതിന്റെ താഴെ കുറെ ആൾക്കാര് ഇത് സംഗീത ചാനലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സംഗീത സുഡാപ്പി മാത്രമേ ഉള്ളൂ, അല്ല ഇത് അല്ലാതെ ഇരിക്കാൻ പറ്റില്ല ഒരാൾക്ക്. രണ്ട് സൈഡേ ഉള്ളൂ, രണ്ട് ഓപ്ഷൻസ് ഉള്ളൂ നമുക്ക്. അത് ഇൻ ദ സെൻസ് ഓഫ് ഈവൻ നമ്മുടെ നാട്ടിലിപ്പോ മമ്മൂട്ടി മോഹൻലാൽ ഫാൻസ് എന്ന് പറഞ്ഞ രണ്ട് സൈഡാ ഉള്ളത്. അവിടെ സുരേഷ് ഗോപി ഫാൻ ഇല്ലേ, ഫാൻ ഇല്ലേ, ഫാനിന് ചോയ്സ് ഉണ്ടായില്ല. പണ്ടൊക്കെ ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാൽ എല്ലാ നടന്മാരോടും ചോദിക്കും മമ്മൂട്ടി മോഹൻലാൽ. അതേമാതിരിയാണിത്. നമ്മള് ഇപ്പൊ മോദിനെ പറ്റിയൊരു റീല് ചെയ്തപ്പോ അതിൽ വന്നിട്ട് നമ്മള് സംഗീത ചാനലായി. നമ്മുടെ ഭാഷ കേട്ടിട്ട് അതേ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഇത് സുഡാപ്പി ചാനലാവും. അങ്ങനെയൊന്നും അസംഷൻസിക്ക് എത്തേണ്ട ആൾക്കാർ, അത് ഇത്ര റൈറ്റ് കാര്യമല്ല. അത് നമ്മളുടെ ഒരു കണ്ടന്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലാവും നമ്മൾ അത്ര ബുദ്ധിയുള്ള പക്ഷെ ഇത് അൺഫോർച്ചുനേറ്റ് ആയി സംഭവിച്ച സംഭവം. നമ്മൾ ഇട്ടപ്പോ പോലും ഇങ്ങനെ വിചാരിച്ചില്ല ഇത് ഇങ്ങനെ ഒരു വേറെ രീതിയിൽ പോകുന്നുള്ളത്. പിന്നെ നമുക്ക് അതുകൊണ്ട് മെച്ചം തന്നെ ഉള്ളൂ. നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നു, നമ്മുടെ ചാനലിൽ മെച്ചം തന്നെ ഉള്ളൂ. എന്തായാലും അത് പക്ഷെ അങ്ങനെ തന്നെ ആണ് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിൽ മാത്രല്ല പല വീഡിയോസും കണ്ടന്റ് ഒക്കെ ഓൺലൈനിൽ ഉണ്ടാകുമ്പോ അതിനൊരു പ്രത്യേക വിഭാഗങ്ങളായി മാറ്റൂലേ. ഇപ്പൊ ഫോർ എക്സാമ്പിള് ഈ പറഞ്ഞ മറ്റേ ക്ലീൻ ചെയ്യണ വീഡിയോസില് ആ മൂപ്പര് ഇപ്പൊ അറിയപ്പെടുന്നത് ആ ഒരു രീതിയിലാണ്, ഉണ്ണിക്കണ്ണൻ. മുപ്പര വിജയിനെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് റീച്ച് ഉണ്ട്, മുപ്പര അറിയപ്പെടുന്നത് അങ്ങനെയാണ്. ഓരോ ഇപ്പൊ ഏത് രീതിയിലാണെങ്കിലും അയാളിപ്പോ ഫേമസ് ആണല്ലോ. ഉണ്ണിക്കണ്ണൻ അറിയാത്ത കേരള ഫാൻസ് കേരളയിലെ ആൾക്കാർ കുറവാകും. ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് അല്ല അങ്ങനെയൊക്കെ ഓരോ ഇത് അല്ല. ഇപ്പൊ ബാഡായിട്ട് നമുക്കൊന്നും തോന്നണില്ല. ഇപ്പൊ അങ്ങനെ അറിയപ്പെടുന്നോണ്ട് തെറ്റോ ഇത് ന്യായീകരണം ഒന്നും അല്ല. നമുക്ക് അതിന്റെ ഒരു കണ്ടപ്പോ അതിന്റെ പറയാൻ തോന്നി അങ്ങനത്തെ സംഭവം. ആരും ഒരു അസംഷൻസിക്ക് എത്തിപ്പെടണ്ട, നമ്മൾ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. മൂപ്പര് ഓണസ്റ്റ് ഒപ്പീനിയൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ബേസിക്കലി അതാണ് നമ്മളുടെ റീൽസിൽ ഉണ്ടായിരുന്നത്. നിങ്ങള് ആ റീൽസ് ഒന്ന് പോയി കാണണം എന്നുള്ള ഞങ്ങളൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ കൂടുതൽ നമുക്ക് മനസ്സിലാവും. നിങ്ങളും നിങ്ങളുടെ കമന്റ്സ് അതില് രേഖപ്പെടുത്തുക. സോ എനിവേ ടുഡേ നമ്മളുടെ സൗരഭിന് ഒരു ചെറിയൊരു അതെങ്ങനെ സംഭവിച്ചതെന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ. സംഭവിച്ചു എന്ന് പറഞ്ഞ ഇതെന്താ വെച്ചാ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് എപ്പോഴും മെട്രോ സ്റ്റോപ്പിലൊക്കെ സ്റ്റെപ്പിൽ ഇറങ്ങണ അവിടെ നനഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പൊ ചവിട്ടി ഇറങ്ങിയപ്പോ വഴുക്കി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് പേഴ്സ് അടിച്ചു മാറ്റിയാണ്ട് ഓടുന്ന സമയത്ത് വീണല്ലേ. എന്താണ് അതൊന്നല്ല സത്യം. ഞാൻ ശരിക്കുള്ള സത്യം പറയാൻ പറ്റില്ല. ഞാനൊരാളെ രക്ഷിക്കാൻ വേണ്ടി എന്നോട് അങ്ങനെയുള്ള ഫോൺ വിളിച്ച് പറഞ്ഞു ഏതൊരു കുട്ടി മെട്രോയിലേക്ക് വീഴാൻ പോയപ്പോ ഈ ചാടി മറിഞ്ഞു പലരോടും പല കഥകളാണ്, ഒരുപാട് കഥകളുണ്ട് ഇതില്, പല പെർസ്പെക്റ്റീവാ. പക്ഷെ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഇഞ്ചുറി ആദ്യമായിട്ടാട്ടോ എനിക്ക്. അല്ലെ ഇവിടെ വന്ന ഞാൻ വിചാരിച്ചിരുന്നു നമ്മളൊക്കെ അങ്ങനെ ഇതുണ്ടാവുമോ, സീരിയസ് ആയിട്ട് നമുക്ക് അങ്ങനെ ഹെൽപ്പ് ഒക്കെ കിട്ടുമോ, മെഡിക്കൽ അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മള് എമർജൻസി നമ്മുടെ ഇൻഷുറൻസ് വെച്ച് എല്ലാം വൃത്തിക്ക് തന്നെ നടന്നു, ഒന്നും കുഴപ്പമുണ്ടായില്ല. നാട്ടിലൊക്കെ ആകുമ്പോ സ്ഥിരം കാലും കൈയൊക്കെ ഓടിയായിരുന്നുണ്ട്. ഇവിടെ കുറെ കാലത്തിന് ശേഷം ഇവിടെ എന്തെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല. ഇവിടെ ആകുമ്പോ പനിയും കുറവാ നമുക്ക്. അതായത് വിന്റർ ഒക്കെ ആവുമ്പോ എപ്പോഴെങ്കിലും പനിക്കല്ലാതെ അസുഖങ്ങൾ കുറവാണ്. നാട്ടിലൊക്കെ എല്ലാം മേ ബി ഒരു 2-3 മാസം കൂടുമ്പോ ഒരു പനിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് എന്ത് ഇഞ്ചുറി പറ്റി നിങ്ങൾക്ക്? ഇവിടെ വന്നതിന് എനിക്കൊന്നും പറ്റി. ഇഞ്ചുറി അല്ല, എനിക്ക് ആക്സിഡന്റ് പോലെ സംഭവിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് മീൻസ് അനദർ വേ ഓഫ് ആക്സിഡന്റ്. അപ്പോ റോഡ് ആക്സിഡന്റ് അല്ല ഉദ്ദേശിച്ചാണ്. എന്താ സംഭവിച്ചാല് എന്റെ ഒരു പല്ല് പൊട്ടിണ്ട്, ഫ്രണ്ടില് ഒരു പല്ല്. അതെന്ന് വെച്ചാല് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തപ്പോ ബൈസെപ്സിന് അടിക്കാണ്. അപ്പൊ ജിമ്മിൽ പോയവർക്ക് അറിയണ്ടാവും സെറ്റ് ബാർ പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ഞാൻ ആവേശത്തില് അടിച്ച നേരെ വന്ന് മറ്റേ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അത് നേരെ വന്ന് പല്ലടിച്ചിട്ട് പല്ല് പൊട്ടി. ആ പല്ല് പക്ഷെ മുന്നേ പൊട്ടിയത് അങ്ങനെയല്ല, അത് മുന്നേ പൊട്ടിയ കഥ പറയണോ? അത് വലിയൊരു സ്റ്റോറി. നമ്മളൊരു പാർട്ടിക്ക് എവിടെ പോയിരുന്ന സമയത്ത് നമ്മളെല്ലാരും ഹാപ്പി ആയിട്ട് ചിരിച്ച് സംസാരിച്ച് കഴിയുമ്പോ നൗഫലിങ്ങനെ ചിരിച്ച് ഒരു കോമഡിക്ക് പോയി പോകുന്നുണ്ട്. ഇത് പറയുന്നുണ്ട് അങ്ങനെ താതിക്കപ്പോ ചേറ് തട്ടിയില്ലേ, വല്ലാണ്ട് പോയി. അത് നമ്മള് എല്ലാവരും നിലത്തിരിക്കുകയാണ്. അപ്പൊ ഒരു ഷെയർ എന്റെ മെറ്റലിന്റെ ഒരു ഷെയർ ഉണ്ടായിരുന്നു അടുക്കി വെച്ച. അപ്പൊ ആരോ ഒരു നല്ലൊരു കോമഡി പറഞ്ഞു, അത് ചിരിച്ചിട്ട് ഒരു അറ്റാക്ക് അങ്ങനെ എന്നിട്ട് പല്ല് പോയപ്പോ ഇവിടെ ഹെൽപ്പ് ഒക്കെ വൃത്തിക്ക്. അതും ഇൻഷുറൻസ്. അന്ന് എനിക്ക് അത്ര പ്രീമിയം ഇൻഷുറൻസ് ഇല്ലായിരുന്നു. അന്ന് ഞാൻ അത്ര ചെറിയ പൈസ എന്തോ പോയതുണ്ട്. പക്ഷെ ഇപ്പോ
ഇപ്പൊ രണ്ടാമത്തെ പല്ല് പൊട്ടി പറഞ്ഞ് ആ പൊട്ടിയ പല്ല് തന്നെ പിന്നെയും പൊട്ടിയെന്ന് പറഞ്ഞില്ലേ, അത് കവറായി ഇൻഷുറൻസ്. അങ്ങനെ എനിക്ക് ഇവിടുന്ന് അങ്ങനത്തെ ആക്സിഡന്റുകളൊന്നും സംഭവിച്ചിട്ടില്ല. നാട്ടിൽ നിന്ന് അപ്പൊ ആണെങ്കിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക, എല്ലാരും ഒന്ന് കണ്ടു. അതെ അതെ. പക്ഷെ നാട്ടിൽ നിന്ന് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. വലിയൊരു ആക്സിഡന്റ് അല്ല, ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു. അത് എന്റെ അടുത്താണ് മിസ്റ്റേക്ക്. ഞാൻ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വരിക, അപ്പോ സ്കൂട്ടറിൽ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ബസ് ഫ്രണ്ടില് സഡൻ ഇട്ട് നിന്നു. അപ്പൊ ഞാൻ നല്ല സ്പീഡിലാണ് വരുന്നത്. അപ്പൊ ഞാൻ റൈറ്റിൽ കൂടെ കട്ട് ചെയ്യാൻ, കാരണം ബ്രേക്ക് പിടിച്ചാൽ നിൽക്കില്ല. അപ്പൊ ഞാൻ റൈറ്റിൽ കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിട്ട് നോക്കിയപ്പോ അവിടുന്ന് വേറെ കാറുണ്ട്. അപ്പൊ ലെഫ്റ്റിൽ നല്ല സ്പേസ് കാണുന്നുണ്ട്. അപ്പൊ ഞാന് ലെഫ്റ്റിൽ കൂടെ കട്ട് ചെയ്തപ്പോ ഡോറാണ് തുറന്ന്, ബസ്സിന്റെ ഡോർ തുറന്ന് തെറിച്ചുണ്ടാവില്ല, നേരെ തെറിച്ച് നേരെ ഒരു വീണ് സ്റ്റോപ്പായിരുന്നു. അപ്പൊ നേരെ തോട്ടേക്ക് വീണ് കുറച്ച് പെയിന്റ് പോയി. അപ്പൊ തന്നെ വണ്ടിയുടെ എന്റെയും പെയിന്റ് പോയി. അപ്പൊ തന്നെ ഇവര് ഒരു ഓട്ടോറിക്ഷയില് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു. ഈ നാട്ടിലെ ഓർഡർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇൻഡിക്കേറ്റർ ഇടുന്നത്? അൺപ്രെഡിക്റ്റബിൾ. ഇങ്ങനെ വന്നിട്ട് ഒരു സെക്കൻഡിൽ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടാവും. എനിക്കുണ്ട് എന്റെ അച്ഛന്, ഞാനും അച്ഛനും കൂടി ഒരു എന്തോ സാധനം വാങ്ങാൻ എന്തോ പോകുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷക്കാര് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ, സാധാരണ നമ്മളൊരു കാറാണെങ്കിൽ ഇങ്ങനെ നമ്മളെ മനസ്സിലാ, ഇവരൊരൊറ്റ തിരിയ ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് ആ ഓട്ടോറിക്ഷയുടെ സൈഡിലുള്ള ഒരു കൂർത്ത ഭാഗം ഉണ്ടല്ലോ, അത് നേരെ വന്നിട്ട് അച്ഛന്റെ കൈ മടിച്ചിട്ട് കൈ ഒടിഞ്ഞു. ഈ ഓട്ടോറിക്ഷ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. ബൈക്ക് പോണ സമയത്ത് ഇപ്പൊ നമ്മള് ഒരു തെറ്റില്ലാത്ത സ്പീഡ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ലല്ലോ. ഓട്ടോറിക്ഷക്കാർ മനസ്സിലാക്കണം, റോഡിന്റെ സൈഡിൽ നിന്ന് ഇവര് ഒരു ഒറ്റ തിരിയാണ്. നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ വഴുക്കും. ഇഷ്ടംമാതിരി ഒറ്റ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒരു നാഷണൽ ഇഷ്യൂ ആണ് ഈ ഓർഷന്റെ കാര്യം പറയുമ്പോ. കോമഡി ആണെങ്കിലും പക്ഷെ എന്റെ ഒരു ഫ്രണ്ട്, നോർത്ത് ഇന്ത്യൻ ഫ്രണ്ടും, ഞാൻ ഇതുപോലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോ അവൻ പറഞ്ഞിരുന്നു അവിടുത്തെ ഓർഷക്കാരും ഇത് തന്നെയാണ്. അത് കാരണം അത് 3 ടയറാണ് സമയത്ത് ഇപ്പൊ മുന്നത്തെ സാധനമാണല്ലോ സ്റ്റെയർ ചെയ്യാൻ, അതാണ്ട് തിരിക്കുമ്പോ ഒന്നാകെ തിരിയാ. അവര് ശ്രദ്ധിക്കണം, അതല്ല അവര് ശ്രദ്ധിക്കില്ല. അവരുടെ വിചാരം അവർക്കത് കണ്ടു എന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാല് ഇവർക്ക് നോക്കാൻ കഴിയില്ല, കാറ് പോലെ അല്ലല്ലോ, റിജിഡ് അല്ല ഇത്. അപ്പൊ ഇവര് പെട്ടെന്ന് തിരിയാനുള്ളതില് ഇവർക്ക് കുറഞ്ഞ സ്പേസിൽ ഇവർക്ക് തിരിയാം. അപ്പൊ ഇവര് വിചാരിക്കും അത് കുറഞ്ഞ സ്പേസിൽ ഇവർക്ക് തിരിഞ്ഞെടുക്കാൻ കഴിയും. പക്ഷെ ബാക്കിൽ നിന്നൊരു അത്രയും സ്പീഡിൽ വരുന്നൊരു ബൈക്കോ അല്ലാണ്ട് എന്തുണ്ടെങ്കിൽ അത് വന്നിട്ട് അടിക്കും. അപ്പൊ എനിക്കും ബൈക്ക് ആക്സിഡൻസ് കുറെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മഴക്കാലത്ത് ആകുമ്പോ അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഴക്കാലത്ത് വളവില് ഭയങ്കര ഒരു പ്രശ്നമാണ്. അതേ ബ്രേക്ക് പിടിക്കും, നേരെ തന്നെ സ്കിഡായി പോകും. അങ്ങനെ കുറെ അങ്ങനത്തെ കുറെ ആക്സിഡൻസും കാര്യങ്ങളൊക്കെ എനിക്ക് നാട്ടിൽ നിന്ന്. ഇതിന്റെ ഒരു കാലത്ത് എല്ലാ വർഷവും എന്തെയും കാലൊടിയോ കൈയൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു വട്ടം നമ്മളീ പണ്ട് ഗ്രൗണ്ടില് ചിപ്പ് നല്ല ബൂട്ടൊന്നും ഇടില്ലല്ലോ, അപ്പൊ ചിപ്പ് ചെയ്യൂലേ ഗ്രൗണ്ടിൽ, അങ്ങനെ ചിപ്പ് ചെയ്തപ്പോ അവിടെ ഒരു കക്കൂസിന്റെ പടവ് ഉണ്ടായിരുന്നു. അതുമ്മ പോയി കാലൊക്കെ അടിച്ച് കാലിന്റെ വിരലൊടിഞ്ഞു, കൈ ഒടിഞ്ഞുണ്ട്, തലയില് സ്റ്റിച്ചൊക്കെ ഉണ്ട്. കൊറേ കാലം ഞാൻ എന്നിട്ട് മഞ്ചേരിയുള്ള ഒരു ഹോസ്പിറ്റലില് മറ്റേ ഇവിടെ കാഷ്വാലിറ്റി പോകുമ്പോ അവിടുത്തെ നേഴ്സിനെയാണ്, എടാ ഈ മറ്റേ 2 വട്ടം സംഭവിച്ചിട്ടുണ്ട് എന്നോട്. അല്ല, പണ്ട് ഞാനൊരു 8-ലും 9-ലൊക്കെ പഠിക്കുമ്പോ എല്ലാ വർഷം പോകണ്ട് ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകണ്ട്. എന്നിട്ട് നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നപ്പോ ഇന്നവരോട്ടും കൊണ്ടുവരാൻ വീട്ടിൽ നിന്ന് വന്നു, കയ്യെ സ്റ്റിച്ചിട്ടിട്ട്. അപ്പൊ കൊണ്ടുപോ ഞാനും നേഴ്സും ഭയങ്കര അമ്മ. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു എന്തെങ്ങനെ പരിചയം എന്ന് ചോദിച്ചപ്പോ നമ്മള് സ്ഥിരം കാണുന്ന ആൾക്കാരാണ്, എല്ലാ വർഷവും വരും. എന്റെ ഈ കൈ ഇവിടെ സ്റ്റിച്ച് സ്കൂളിൽ നിന്ന് ഒരു വട്ടം മറ്റേ ഇതില്ലേ തെർമോക്കോൾ കട്ടർ ഇല്ലേ, അത് മൂർച്ചുണ്ടോ നോക്കട്ടെ ഫ്രണ്ട് എടുത്ത് ഒരൊറ്റ മുറിച്ച് ഇവിടെ കൈ. അതുപോലെ നിങ്ങൾ പോയിട്ടുണ്ടോന്ന് അറിയില്ല, നാട്ടിൽ നമ്മള് വൈദ്യന്മാരെടുത്ത് പോയിട്ടുണ്ട് കാല് ഉളുക്കിയാലോ അങ്ങനെ. എനിക്ക് ചെറുപ്പത്തിൽ എന്റെ കേസ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ഉളുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ മർമണിന്റെ അടുത്ത് പോകും. അയാൾ എന്താ ചെയ്യണേ, അയാളെടുത്തൊരു കുഴമ്പൊക്കെ ഇട്ടിട്ട് നല്ലൊരു പിടുത്തം പിടിക്കും. എന്നിട്ട് എന്താ മസാല പോലത്തെ ഒരു സാധനം തേച്ചിട്ട് കാലിട്ട് എന്താ പറയാ ഒരു പേസ്റ്റ്
നല്ല സ്മെല്ലുള്ള ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെയാണ് എനിക്കറിയാം. ഇങ്ങനെ വർത്താനം ഇങ്ങനെ ഓരോന്ന് പറയും കൈ വെച്ചിട്ടേ എന്താ അച്ഛന്റെ പേര് എവിടെ സാധനം. ആ ഒരു ടൈപ്പ് കൊറേ ചെറുപ്പത്തില് ആക്ച്വലി അവർക്ക് ആ കറക്റ്റ് മസാല വരട്ടിട്ട് വേവിക്കാനുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അതിന്റെ ഒരു മർമ്മം അങ്ങനെ ഐ ഡോണ്ട് നോ. ആയുർവേദം സയന്റിഫിക് പ്രൂവ്ഡ് അല്ലേ? സംശയമുണ്ട്. ഐ മീൻ ഇത് ആയുർവേദിക് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതും മേ ബി ആയുർവേദത്തിന്റെ ഒരു സ്ട്രീം ആയിരിക്കും. പക്ഷെ മർമ്മം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവര് നോക്കുന്നത് ഈ ജോയിന്റ്സ് അതിനൊക്കെ അത്യാവശ്യം ഇവർക്ക് എനിക്ക് തോന്നുന്നില്ല ഇവര് പഠിച്ചിട്ട് ഐ മീൻ ഇൻ ദ സെൻസ് ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ പോയിട്ട് പഠിച്ചിട്ടാണോ പഴയ ആൾക്കാർ. ഇപ്പൊ ആയുർവേദത്തിന് ഇതൊക്കെ ഉണ്ട് പഠനം. പക്ഷെ ഇതുണ്ട് നമ്മള് പഴയ കാലത്തെ മറ്റേ ചികിത്സാ രീതി ഫോളോ ചെയ്യണ അതാവാം. പിന്നെ ഇത് ഫോർ എക്സാമ്പിൾ എന്റെ ഫാദർ ഇതാണെങ്കിൽ പഠിപ്പിച്ചു കൊടുത്തിട്ട് അതെങ്ങനെ അതായത് ഒരു എന്താ പറയാ തലമുറ ആയിട്ട് അതൊരു ആ ഒരു ജനറേഷൻ വരുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെ വന്നിട്ട് ഇപ്പൊ കോട്ടക്കൽ ആയുർവേദ ശാല അവിടെ നെയ്മറൊക്കെ പോകണ്ട് നടുവടിഞ്ഞിട്ട് അല്ല അവിടെ ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് ചികിത്സ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ ഈ നടുവേദന അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ സുഖ ചികിത്സക്ക് വരുന്നത് ഇല്ല അങ്ങനെ അല്ലേ മറ്റേ ആയുർവേദത്തിന്റെ സുഖ ചികിത്സക്ക് പോയിണ്ടോന്ന് ചോദിച്ചില്ല. ഞാൻ നാട്ടിൽ ഒരു വീഡിയോ കണ്ടു. ഈ ചില ബാർബർ ഷോപ്പിൽ ഒരു മസാജ് ചെയ്തിട്ടുണ്ട് മൊത്തത്തില് ചില ഒരു സ്ഥലത്ത്. ഞാൻ ഇപ്പൊ അടുത്തൊരു വീഡിയോ കണ്ടു, പൂനെയിലാണ് വന്നിട്ടുണ്ട്. ഇവര് ഒരു ബാർബർ ഷോപ്പിൽ അവിടെ ഫേമസ് ആണ്, ആൾക്കാരൊക്കെ ഇതിന് ഇങ്ങനെ വരുന്നത്. മൂപ്പരുണ്ടല്ലോ 1 ലിറ്റർ എണ്ണ തലയിൽ ഒഴിക്കും, ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് ചെവിയിലൊക്കെ വിരലിട്ടിട്ട് ഫുള്ള് 2 ചെവിയിലും വരട്ട് കഴുത്തൊക്കെ പിടിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാൻ പോയ ആള് ഇത് കഴിഞ്ഞിട്ട് മുപ്പരുണ്ട് ഫുള്ള് എണ്ണയിലൊക്കെ കുളിച്ചിട്ട് മുപ്പര് പറഞ്ഞു, ഈ ചങ്ങായി പറഞ്ഞു ബാർബർ പറഞ്ഞു വീട്ടിൽ പോയി ഒന്നുകൂടി കുളിക്കണം കേട്ടോ എന്നൊക്കെ. എണ്ണ ഇങ്ങനെ ഒലിക്കുന്നുണ്ട് ഇവിടെ കൂടെ. പക്ഷെ ഞാൻ കണ്ടു ഇതുപോലെ ബാർബർ ഷോപ്പില് മസാജ് ചെയ്തിട്ട് അതിന്റെ സെക്കൻഡ് വീഡിയോ ഉണ്ട്. ആ വീഡിയോനെ പറ്റി പറയാൻ നിൽക്കുന്നത് അത് ഫേക്ക് വീഡിയോ ആണ്. അതായത് ഒരു ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഇടാക്കുന്ന സമയത്ത് അയാൾ ഇങ്ങനെ ഒരു സൈഡ് പാരലൈസ് ആയ മാതിരി. പക്ഷെ അത് പ്രാങ്ക് ആയിരുന്നു. പിന്നെ അത് ഫസ്റ്റ് വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ടു. അപ്പൊ ഷെയ്നപ്പും ഗ്രൂപ്പ് നാട്ടിലെ ഗ്രൂപ്പിലൊക്കെ അയച്ചു മസാജ് താഴെയുള്ളവർ ശ്രദ്ധിക്കുക. ഷോപ്പിൽ ഇനി മസാജ് ചെയ്യുമ്പോ സൂക്ഷിക്കുക. ഷെയ്ൻ ഷെയർ ചെയ്തു അത്. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് പക്ഷെ അതൊരിക്കലും നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതെ അതെ അവർക്ക് അറിയുണ്ടാവില്ല പല കാര്യങ്ങള്. ഇപ്പൊ ഞാൻ ചില ഫ്രണ്ട്സ് ഉണ്ടല്ലോ നാട്ടിലൊരു വട്ടം എന്റെ കാല് ഇതേമാതിരി ഒടിഞ്ഞ ഈ എക്സാക്ട് സംഭവം കാല് ഇതായി ഒടിഞ്ഞ സമയത്ത് വീക്ക് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ മൂപ്പര് പറഞ്ഞു ഇത് ചതവാണ്, ഒരു ചെറിയ പരിപാടി പറഞ്ഞിട്ട് മൂപ്പര് കാലൊക്കെ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി. അപ്പൊ ഞാൻ വിചാരിക്കണം അന്ന് അയാൾക്ക് അറിവുള്ള ആളാണ്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് മെഡിക്കൽ അസിസ്റ്റൻസ് എത്രയും പെട്ടെന്ന് ചെയ്യണം. ചില ആൾക്കാർ പുറമേനെ അറിയുമ്പോ ഇങ്ങോട്ടോ പൊട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു കുലുക്കും നമ്മളെ പിടിച്ചിട്ട്. അത് സ്കാനൊക്കെ ചെയ്ത് ഉള്ളിലെന്താ സംഭവം എന്നൊക്കെ അറിയണ്ടേ. നമ്മളൊട്ടും അങ്ങനെ മസാജ് ഒക്കെ ചെയ്യണത് തല പൊട്ടിക്കണതൊക്കെ എസ്പെഷ്യലി ഭയങ്കര ശ്രദ്ധിച്ചിട്ട് വേണം. നെർവ്സൊക്കെ പോണ പിന്നല്ലാതെ ആ ഒരു സംഭവം ഉണ്ടായത് തന്നെയാണ് നമ്മൾ ആ വീഡിയോ കണ്ടപ്പോ ആദ്യം എല്ലാരും വിചാരിച്ചത് സത്യം. പക്ഷെ അത് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവൻ തന്നെ ആ CCTV പോലത്താണല്ലോ ഇത് വന്നത്, വീഡിയോ വൈറലായത്. വന്നിട്ട് ഇങ്ങനെ ഡാൻസ് എണീച്ചിട്ട് അപ്പൊ ഇതിന്റെ വേറെ രീതി എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രത്തോളം അതാണ് മാനിപ്പുലേറ്റീവ് ആണെന്ന് പല കാര്യങ്ങളും നമ്മള് കാണല്ലേ. പണ്ടൊരു ഇങ്ങോട്ട് കണ്ടിട്ടോ അറിയില്ല, ഒരു നമ്മളെ പ്രിൻസ് ഇല്ല യുകെയിലെ പ്രിൻസ് ഒരാളെ ഫ്ലിപ്പ് ഓഫ് ചെയ്യണ മിഡിൽ ഫിംഗർ കാണിക്കുന്ന ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിരുന്നു. പക്ഷെ അത് ഈ സൈഡിൽ നിന്ന് മുമ്പാണ് മൂപ്പര് ശരിക്കും കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ എന്തോ ആണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ സൈഡിൽ നിന്ന് കാണിക്കുമ്പോ മിഡിൽ ഫിംഗർ കാണിക്കണ മാതിരിന്ന്. അത് ഭയങ്കര ഇതുണ്ട്. നമുക്ക് എന്ത് വേണേലും മാനിപ്പുലേറ്റ് ചെയ്തിടാം. ഇഷ്ടംമാതിരി കാര്യങ്ങളില്ലേ നമ്മള് കേൾക്കുന്നത്, പല കാര്യങ്ങള് ആൾക്കാർ കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒരു കാക്ക വന്നിട്ട് അത് കണ്ടായിരുന്നു. ഇൻഡിപെൻഡൻസ് ഡേക്ക് കാക്ക വന്നിട്ട് ഈ കാക്ക മീൻസ് ഇവര് നാട്ടിലെ കാക്കല്ല, എല്ലായിടത്തുള്ള കാക്ക. നാട്ടിലെ കാക്ക പറക്കണ കാക്കല്ലേ, നമ്മളെ നല്ല കാക്കമാര് പറക്കുന്നോ പൈലറ്റ് ആയൊരു കാക്ക കാക്ക പറന്നു വന്നു. കണ്ടിന്യൂ. അപ്പോ
എന്ത് പറഞ്ഞു നാട്ടിലെ കാക്ക ഇൻഡിപെൻഡൻസ് ഡേക്ക് ഈ ഫ്ലാഗ് ഓഫ് ചെയ്യണം. അപ്പൊ ഇത് ഒരു നൂല് വലിക്കുമ്പോഴാണല്ലോ അതിങ്ങനെ ഇതാവും, അങ്ങനെ കെട്ടിയിട്ടല്ലേ ഇത് പൊക്കി വിടുന്നത്. അപ്പൊ ഒരു കാക്ക വന്നിട്ട് അത് കെട്ടൂരാൻ സഹായിക്കുന്നത് ഒരു ആംഗിളിൽ നിന്ന് കറക്റ്റ് ആ കാക്ക വന്നിട്ട് ആ കൊത്തി അത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. പക്ഷെ വേറെ ആംഗിളിൽ നിന്ന് വീഡിയോ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും ഭയങ്കരമായിട്ട് അതെ അതെ കമന്റ്സ് അങ്ങനെയായിരുന്നു. ആ വീഡിയോ അങ്ങനെ കാക്കക്ക് പോലും രാജ്യസ്നേഹം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ വേറെ ആംഗിളിൽ നിന്ന് വീഡിയോ കാക്ക അപ്പുറത്തുള്ള മരത്തമ്മ ജസ്റ്റ് വന്നിട്ട് അതുമ്മ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഇരുന്നാണ് പോകുന്നേ ഉള്ളൂ. അല്ല ഇവിടുന്ന് നോക്കുമ്പോ കറക്റ്റ് അതുമ്മ വന്നിരിക്കണ പോലെ വന്നിട്ടില്ല. കാക്ക ബാക്കിലുള്ള ഒരു മരത്തമ്മ വന്നിട്ട് ഒന്ന് ഇരുന്നിട്ട് പോകുന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു അതാണ് ഓരോ ആംഗിളിൽ നിന്ന് കാണുമ്പോ. അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇപ്പത്തെ എഡിറ്റിംഗ് ടൂൾസ്. ഞാനിപ്പോ നമ്മളിപ്പോ ഏതൊരു തമ്മനേൽ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എനിക്ക് കാണിച്ചു തന്നില്ല. ഞാൻ വെറുതെ ടൈപ്പ് ചെയ്ത പല ടൈപ്പ് സാധനങ്ങളെ വരും നമ്മൾ വിചാരിക്കാത്ത അനുസരിച്ച്. ഇപ്പൊ നൗഫല് പണ്ട് എനിക്ക് അയച്ചു തന്നിരുന്നു, ഇതൊക്കെ ക്രിസ്ത്യാനോ ഹിന്ദി പാട്ട് പാടുന്നത്, നരേന്ദ്രമോദി മറ്റേ പാട്ട് പാടുന്നത്, മോദി പാട്ട് പാടുന്നത് ഇല്ലേ ഒരാളെ സൗണ്ട്. ഇപ്പൊ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും? ഇപ്പൊ മോദി ഒരിക്കലും വന്നിട്ട് പാട്ട് പാടൂല, അതായത് ബനാനെ മോദി പാട്ട് പാടില്ലല്ലോ, അത് ഉറപ്പാണ്. അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ചില സംഭവങ്ങൾ ഉണ്ടല്ലോ. ഇപ്പൊ ഇന്നലെ ഞാനൊരു സാധനം കണ്ടു, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ കീപ്പർ ഇന്നലെ ഒരു കളി ഉണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡും നോട്ടിംഗ്ഹാം ഫോറസ്റ്റുള്ള കളിയില് ഗോൾ കീപ്പർ ഒരു ഈസി ഗോള് വിട്ടു. അപ്പൊ ഇത് വിടല്ല, മൂപ്പര് റോങ് സൈഡിലേക്ക് ചാടി. അപ്പൊ ഗോള് തിരിഞ്ഞിങ്ങനെ കയറി. നല്ല ഗോൾ കീപ്പറാണ് ആൻഡ്രോ ഒനാന പറഞ്ഞു. മൂപ്പര് അതിനെ മിസ്സൊന്നും ആക്കൂല. പക്ഷെ ഈ ഗോള് മിസ്സാക്കി മൂപ്പര്, അതായത് ഗോള് കൺസീവ് ചെയ്തു. അപ്പോ ഇയാളുടെ പ്രസ് മീറ്റിന് വന്നിട്ട് ഇവര് പറയണത് ഒനാന പ്രീമിയർ ലീഗിന് പറ്റിയ ഗോൾ കീപ്പർ അല്ല ഒക്കെ പറഞ്ഞിട്ട് പറയണത് AI ജനറേറ്റഡ്. ശരിക്കും മൂപ്പര് അങ്ങനെയൊന്നും പറഞ്ഞില്ല. ശരിക്കും മൂപ്പര് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, അതായത് ഓനാന നമ്മളെ ഒരുപാട് ഗോൾ സേവ് ചെയ്തിട്ടുണ്ട്, മൂപ്പര് അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല, അത് ഡിസ്കസ് ചെയ്യണം ഞങ്ങൾ എന്താ സംഭവം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഇതിൽ വന്നിട്ട് ആൾക്കാർ കമന്റ് ഇടുന്നുണ്ട്, ഇങ്ങനെ ഒരു കോച്ച് പറയാൻ പറ്റൂ. നമുക്കത് പെട്ടെന്ന് മനസ്സിലാവൂലേ, ചിലപ്പോ നോക്കുമ്പോ അങ്ങനെയൊക്കെ ആവും. എന്ത് സ്കെയറിയാണ്. പക്ഷെ എത്രത്തോളം അത് ഡെവലപ്പായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും അത് ഇപ്പൊ ഈ പറഞ്ഞില്ല, ഇപ്പൊ ഇങ്ങനെ എങ്ങനെ ആവും പറഞ്ഞില്ല, അതല്ലാണ്ട് ബെറ്റർ വേർഷൻ ആയിട്ട് വരുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, നെയ്മറും ക്രിസ്ത്യാനോ മെസ്സിയും ജസ്റ്റ് ഫാമില്. ആ പേജ് അക്കൗണ്ട് അത് ഇപ്പൊ മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ആയി. കാരണം വെച്ച് കഴിഞ്ഞാല് അത്രയും ആ വീഡിയോ ജസ്റ്റ് എനിക്കൊരു റീൽ അയച്ചിട്ടുണ്ട്, മറ്റേ ക്രിസ്ത്യാനോ പച്ചക്കറി വെക്കണ. അപ്പൊ മെസ്സി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇന്റർനെറ്റിനെ ട്രസ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. വേറൊരു പെർസ്പെക്റ്റീവ്, ഇപ്പൊ മെസ്സിക്കും റൊണാൾഡോ അതിനെതിരെ ലീഗലായിട്ട് പോകാൻ പറ്റും. അതായത് ഇന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് അവര് വേറെ മിസ്യൂസ് ചെയ്തു എനിക്കറിയില്ല. അതിന് പക്ഷെ അതൊക്കെ ഇപ്പൊ ഒരു പുതിയ സംഭവമല്ല, അതിനൊക്കെ നിയമങ്ങൾ വരുന്ന. പണ്ട് ബ്ലാക്ക് മിററിലൊരു എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഫേമസ് ആയ ഒരു നടി, അതായത് ആ ഫേമസ് ആയ നടി ആ പെണ്ണിന്റെ ഹോളോഗ്രാം യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ആ പെണ്ണിന്റെ AI ഫോം യൂസ് ചെയ്യാൻ വേണ്ടി ലൈസൻസ് കൊടുക്കണം ഒരു കമ്പനിക്ക്. ബ്ലാക്ക് മിറർ എന്നിട്ട് നെറ്റ്ഫ്ലിക്സ് സീരീസിലാണ്. അപ്പൊ അവര് കാലാകാലം ഇവർ വന്ന് അഭിനയിക്കേണ്ട ആവശ്യമില്ല, ഈ AI വന്ന് ഇങ്ങനെ കാലാകാലം ചെയ്തോളും. ഇപ്പൊ AI വെച്ച് പറയണ ഒരുപാട് സിനിമകൾ, ഇപ്പൊ വിജയിന്റെ ഗോട്ടിലെ ചെറുപ്പകാലം AI വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര മോശം വർക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും കണ്ടാലും തൊട്ടില്ല. മമ്മൂട്ടിയുടെ ഒരു പുതിയ സിനിമയിൽ AI വെച്ചിട്ട് മമ്മൂട്ടി അതിനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട് പറയുന്നുണ്ട്. ഇനി കുറെ കാലം കഴിഞ്ഞാൽ ചിലപ്പോ ഈ വയസ്സായ പണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ AI വെച്ചൊക്കെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. വിജയകാന്ത് നല്ല വിജയ് ഗോട്ടിനെ പറ്റി എന്താ എന്റെ അഭിപ്രായം? ഗോട്ട് കഴിഞ്ഞിട്ട് കുറെ അതിന്റെ ക്ഷീണം മാറിപ്പോ. പക്ഷെ ഗോട്ട് വല്ലാത്തൊരു ഡിസാസ്റ്റർ, ഭയങ്കര ഒരു 300 കോടി അയക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതുവിടെ പുഷ്പക്ക് തന്നെ ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ കണ്ടല്ലേ. ഞാൻ ഇപ്പൊ ഇന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് പേജ് ആണത്. അതിലെന്താ പറയണ അറിയോ, എവരിബഡി സെലിബ്രേറ്റിംഗ് പുഷ്പ ബട്ട് നോട്ട് ദ കേരളൈറ്റ്സ്, സംതിങ് ലൈക്ക് ദാറ്റ്. എന്നിട്ട് അതിന്റെ കമന്റ്സ് വായിക്കണം, വി ഹാവ് ദ സ്റ്റാൻഡേർഡ്സ്, കേരള അക്സെപ്റ്റ് ചെയ്യില്ല പൊട്ടപ്പടങ്ങൾ രീതിയിൽ അല്ലേ? അതാണ് അതുപോലെ തന്നെ. അതെ, അതാണ് കോൺസെപ്റ്റ്. പുഷ്പ 1 എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. അത് പക്ഷെ നമ്മള് കൊമേഴ്ഷ്യൽ ഇപ്പൊ 2 ടൈപ്പ് ഓഡിയൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടു. അതൊന്നും ഒരു വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്ന ദിവസം
ഫോർ എക്സാമ്പിൾ ടിക്കറ്റ് എടുത്ത് പോകണ്ട, വീട്ടിലിരുന്ന് ഒരു പണിയില്ലാതെ റിലാക്സ് ചെയ്ത് കാണാൻ പറ്റിയൊരു പുഷ്പ ഒരു ഫാന്റസി ആണ്. പിന്നെ ഇത് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാർ എത്രത്തോളം ഇവൻ പറഞ്ഞ പോലെ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളതുമാണ്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ അതിനായിട്ട് അത് എത്ര എക്സ്പെക്ടേഷൻ വെച്ചിട്ട് ഞാനൊരു പടത്തിന് പോയി കാണുമ്പോഴുള്ളതും അത് അല്ലാണ്ട് ഞാൻ വീട്ടിലിരുന്നിട്ട് ഒരു ചിൽഡേയില് ഞാനത് കാണുമ്പോഴും രണ്ടായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെ ഉണ്ടാവും. ഈ ഇത് കണ്ടില്ലേ, പിന്നെ ഫാൻ ഷോന്റെ അന്ന് ഒരു ഫാമിലി മരിച്ചത് 25 ലക്ഷം കൊടുത്തു. അങ്ങനെ ഞാൻ കണ്ടില്ല. തിരക്ക് കാരണം ഫാൻ ഷോ കാണുമ്പോ ഒരു ആരോ അമ്മയോ എന്തോ ഒരു ഫാമിലി മരിച്ചു ഫാമിലിയില്. പക്ഷെ ഇതെന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടാന്ന് കരുതി ചിലപ്പോ ഫോർ എക്സാമ്പിൾ നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഹിറ്റാവുന്ന സിനിമകൾ കണ്ടാൽ നമുക്ക് തന്നെ എന്താണ്. എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, മസ്റ്റ് വാച്ച് ആണ്, അടിപൊളി പടം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതായത് ഡിഫറെന്റ് പീപ്പിൾ ലൈക്ക് നമ്മൾ തന്നെ കറക്റ്റ് നല്ലല്ലോ ഞാൻ പറഞ്ഞത്. പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയണ. അതായത് എനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു, ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ചിലപ്പം വേറെ ഒരു എൻജോയ് ചെയ്യണ്ടാവും. കണ്ടില്ലല്ലോ സെക്കൻഡ് കണ്ടത്, ഫസ്റ്റ് ഞാൻ കണ്ടില്ല. കണ്ടോ, കട കാണാത്ത ആൾക്കാരുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിനകത്ത്, കണ്ടവരും കാണാത്തവരും. ഇപ്പൊ നമ്മള് പറഞ്ഞ ഹോൾ പോയിന്റിലേക്ക് കണക്റ്റഡ് ആണിത്. ഇപ്പൊ ഫസ്റ്റ് നമ്മള് റീൽസില് നമ്മുടെ റീല് കാരണം കമന്റിൽ വരുന്ന വാരിയേഴ്സ് ഉണ്ടല്ലോ, കീബോർഡ് വാരിയേഴ്സ്. അപ്പൊ അതേമാതിരി ഫാൻസ് ഭയങ്കരമായിട്ട് സപ്പോർട്ട്. ഇപ്പൊ അല്ലു അർജുന്റെ നമ്മളൊരു ഹോണസ്റ്റ് ഒപ്പീനിയൻ അല്ലു അർജുന്റെ റിവ്യൂ ഞാൻ കണ്ട കുറെ റിവ്യൂല് താഴത്ത് വന്ന് കുറെ കമന്റ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഇത് അറിയില്ല, അത് ഇതാണ്, കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലു അർജുൻ. പുഷ്പ 1 മൂപ്പർക്ക് നാഷണൽ അവാർഡ് കിട്ടിയേ ബെസ്റ്റ് ആക്ടറിനുള്ളത്. അത് ഡിസർവിംഗ് ആണോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. എനിക്കറിയില്ല അതൊക്കെ എന്താണ് ചങ്ങായി, ആലോചിച്ച് എന്താണത്. എത്രയോ നല്ല പെർഫോമൻസ് ഇതൊക്കെ ഉണ്ടാവും, അത് വേറെ കേസ്. പക്ഷെ ഇപ്പൊ ഈ മൂവി റിലേറ്റഡ് പറഞ്ഞ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, മറ്റേ റിവ്യൂവേഴ്സ് തിയേറ്ററിന്റെ പുറത്ത് കുറച്ചു കാലമായി നടന്നുകൊണ്ടിരിക്കണാണ് പറയുന്നത്. ഞാൻ തിയേറ്ററിന്റെ പുറത്ത് നിന്നൊരു കോപ്രായങ്ങൾ കാണിക്കണേ, ഓരോ പടം ഇറങ്ങുമ്പോൾ ഓരോ ദുരന്തങ്ങൾ വരുന്നതൊക്കെ കമന്റ് വരുന്നത്, ഓരോ പല ടൈപ്പ് ആൾക്കാർ. മേരി ടീച്ചർ അടുത്ത് ആദ്യം വന്നത് എന്തോ എന്തൊക്കെ ആയാലും ഫസ്റ്റ് ഒരു തുടക്കം കുറിക്കുന്ന ഒരാളുണ്ടാവല്ലോ, പിന്നെ ഒരു കോപ്പി, പിന്നെ ആറിന് ശേഷമാണല്ലോ ഇത് വന്നത്. സത്യല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാ, മറ്റേ ആറാട്ട് പടം ഇറങ്ങുന്നു, ആറാട്ടെണ്ണം വരുന്നു. ഈ നൗഫല ഈ മൂപ്പരെ ചെയ്യുന്ന എനിക്കറിയാം. ആറാട്ടൊക്കെ അല്ല മൂപ്പര് വന്നതിന് ശേഷമാണ് പിന്നെ ഒരുപാട് ആൾക്കാര് വന്നു. അതൊരു ഇവരെ മീറ്റപ്പ് ഉണ്ടായിരുന്നു ഇവരെല്ലാം. അതിലെ താഴത്ത് കമന്റ് അവരുടെ ലോകം. ഒരുപാട് ആൾക്കാർ വന്നു, എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് ചിലർക്ക് അല്ലേ. പക്ഷെ ഇതിന് പൈസ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അവർക്ക്? ഫെയിം കിട്ടുന്നുണ്ടോ? അവർ ഇന്റർവ്യൂകാർ പൈസ കിട്ടുന്നുണ്ട് ചിലപ്പോ, അവർക്ക് എന്തെങ്കിലും. പിന്നെ ഉണ്ണിക്കണ്ണൻ ഇപ്പൊ അടുത്ത് ഇവിടെ പോയി ഇനോഗ്രേറ്റ് ചെയ്തു, പാലക്കാട് ഏതൊരു കോളേജിൽ ചീഫ് ഗസ്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. രോമണ്ട് നീറ്റുന്ന അന്നിന്റെ. പക്ഷെ ഉണ്ണിക്കണ്ണൻ ഇപ്പൊ ഫിറ്റ്നസ് ചാലഞ്ച് എന്തോ ചെയ്യണ്ടല്ലോ. മൂപ്പര് പാവം മനുഷ്യനൊന്നുണ്ട്, മുതലെടുക്കുകയാണ് മൂപ്പര്. പക്ഷെ ആറാട്ടനൊക്കെ ഭയങ്കര പഠിച്ച ഒരാളല്ലേ മൂപ്പര്. രാവിലെ വേറെ ആളും ഇരുട്ടായി കഴിഞ്ഞ വന്ന് ഭയങ്കര വൃത്തിയായി സൗബിന് അഹങ്കാരാണ്, അടിപൊളിയാണ് അങ്ങനെയൊക്കെ ഓരോന്നും അറിയും. ബാലായിട്ട് മൂപ്പര് നടക്കുന്നത് ഭാരത് നോക്കും കൊണ്ട് ആരുടെ അടുത്ത് പോയി, അതിൽ ആറാട്ടെണ്ണനും ഉണ്ട് എന്നൊക്കെ. ചെകുത്താന്റെ അടുത്ത് പോണു. ചെകുത്താന്റെ ഒരു അഡ്രസ് ജയിലിലായിരുന്നു ലാസ്റ്റ്. അങ്ങനെ അതിന്റെ ഐഡിയ ഇല്ല. മൂപ്പരായിട്ട് വലിയ പല ടൈപ്പ് ആൾക്കാരാണ്. ഒരുപാട് ഇപ്പൊ തൊപ്പിന്റെ കേസൊക്കെ ആയല്ലോ, എന്തൊക്കെ കേസുണ്ട് ഇതിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇതായില്ല, പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. കേസ് നടക്കണ അന്വേഷിച്ചോണ്ടിരിക്കാന്നൊക്കെ. ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റിൽ കാണുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, നമുക്ക് ഓർമ്മ ഉണ്ടോ? പണ്ടൊരു കാലത്ത് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ മെസ്സേജ് അയക്കും, മാ കുടിക്കരുത്, ഫ്രൂട്ടി കുടിക്കരുത്, എയ്ഡ്സ് ഉള്ള ഒരാളുടെ ബ്ലഡ് അതെ. അതിന്റെ ഒരു വേറെ ഇതാണ്. ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോ എങ്ങനെ വിശ്വസിക്കുക ഒരു ന്യൂസ് ശരിയാണോ അല്ലേന്ന്, അല്ലെങ്കിൽ ഒരാള് പറയണത് ശരിയാണോ അല്ലേന്ന് വിശ്വസിക്കാൻ നമ്മൾ കാണുന്നെ വേണ്ടി വരും. നമുക്ക് അല്ല ഇപ്പൊ ഒരു ഓതറൈസ്ഡ് ഒരു ചാനൽ വഴി. പക്ഷെ ചാനലും ഇപ്പോ
പല ഫേക്ക് ന്യൂസും അതായത് വേറെ രീതിയിൽ ന്യൂസ് മെയ്ഡ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ എത്ര കണ്ടിട്ടുണ്ട്. നമ്മളെന്നെ ഇപ്പൊ പെയ്ഡ് അല്ല മോദിന്റെ ചെയ്തത് എത്ര കിട്ടി കാലങ്ങനെ ഒടിഞ്ഞതിനൊക്കെ സത്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരും. എല്ലാ ചാനലിലും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് എല്ലാം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ചാനലുകളിലൊക്കെ ഒരു ട്രസ്റ്റബിൾ ന്യൂസ് ആയിരിക്കും. ഏതാ ഈ വരുന്ന റെപ്യൂട്ടഡ് ചാനൽ? നമ്മള് പ്രേക്ഷകർക്ക് സംശയം നമുക്ക് റെപ്യൂട്ടഡ് ആണെന്ന് പറയുന്ന ഒരു ചാനലും ഇല്ല. ഇപ്പൊ നമ്മളെ നാട്ടിലാണെങ്കിൽ അത് ഒരു ന്യൂസ് ഒരു ഒറ്റ ചാനൽ നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ കൺഫേം ആയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ചാനലുകളിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്ലഡ് മാ എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി പറ്റില്ലല്ലോ. ഏത് ഇപ്പൊ മാ കുടിച്ചു ബ്ലഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ നെക്ക് ബ്രേക്ക് ആയി അത് വീഡിയോ അത് ഒരു മേലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിലൊക്കെ അതേമാതിരത്തെ ന്യൂസ് വരുന്നത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലേ. പക്ഷെ എന്റെ ഈ മീഡിയന്റെ ഒരു പെർസ്പെക്റ്റീവ് മാറിയത് ഏത് സിനിമ കണ്ടിട്ടാണ്? ലൂസിഫർ കണ്ടിട്ടാണ്. അതിൽ കണ്ടില്ലേ മറ്റേ ഫുൾ എന്താണ് പോളിസി ഈ ഒരു പാർട്ടിക്ക് വേണ്ടിട്ട് മാത്രം ചെയ്യണം. ഞാൻ ഒരിക്കലും എന്റെ ഒരു തോട്ട് അങ്ങനെ പോയിട്ടില്ല. പക്ഷെ ഈ പടം കണ്ടതിന് ശേഷമാണ് ഞാൻ മനസ്സിലായത് ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടില് പാർട്ടി ബേസ്ഡ് ചാനലുകൾ ഇഷ്ടംമാരുണ്ട്. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നല്ല സ്ഥലത്തുണ്ട്. പക്ഷെ ഈ മറ്റേ പാർട്ടിക്കാരെ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ന്യൂസ് ഇതാക്കുക ആണ് ഇപ്പൊ ഫേക്ക് പ്രഗ്നൻസി അങ്ങനത്തെ പീഡന കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ട് അങ്ങനത്തെ കുറെ ഒക്കെ മെയ്ഡപ്പ് ചെയ്യാൻ പറ്റും ഈ ലോകത്ത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ എല്ലാം ഇനിയിപ്പോ സൗണ്ട് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്യൂച്ചർ ഇസ് സ്കെയറി. നമുക്ക് എങ്ങനെ തോന്നുന്നു ഇപ്പൊ ഇത്രയും അഡ്വാൻസ്ഡ് ആയില്ലേ? ഒരു 2040 ആയി കഴിഞ്ഞാൽ എങ്ങനെയാവും ലോകം? വേണമെങ്കിൽ ഭയങ്കര ഇതാവൂലേ മാറ്റങ്ങള്? എല്ലാം സിമ്പിൾ ആവും എന്റെ അഭിപ്രായത്തിൽ തോന്നുന്നു. സിമ്പിൾ ആവും, പിന്നെ ഭയങ്കര സ്പീഡിലും പോകും തോന്നുന്നുണ്ട്. പക്ഷെ ആൾക്കാർക്ക് ലൈഫ് ഡിഫിക്കൽട്ട് ആവാനും ചാൻസ് ഉണ്ട് ഇൻ ദ വേ ഓഫ് ജോബ് സെൻസ്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കാരിഫോറിൽ ഇപ്പൊ നമ്മളുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ തന്നെ അവിടുത്തെ ക്യാഷ് കൗണ്ടറുകൾ കംപ്ലീറ്റ് ഒരു എടുത്ത് കളഞ്ഞു. ഇപ്പൊ കംപ്ലീറ്റ് സെൽഫ് കൗണ്ടേഴ്സ് ആയി. ഇപ്പൊ H&M അങ്ങനത്തെ ഷോപ്പുകളിലൊക്കെ കംപ്ലീറ്റ് സെൽഫ് കൗണ്ടറുകളായി. അപ്പൊ അത്രയും ആൾക്കാരുടെ ജോലി അവിടെ പോയി. അങ്ങനത്തെ ഒരു ഡെവലപ്മെന്റ് വരുന്നതോട് കൂടിയിട്ട് ഇപ്പൊ ഓട്ടോമാറ്റിക് ചൈന ഇപ്പൊ ഓട്ടോമാറ്റിക് കാറുകള് കംപ്ലീറ്റ് ടാക്സികൾ മൊത്തം ഓട്ടോമാറ്റിക് കാറുകളായി മാറി. പിന്നെ ഞാനിപ്പോ ഒരു വീഡിയോ കണ്ടാണ് ഇൻസ്റ്റാഗ്രാമില്, മറ്റേ ചൈനയിലാണ് തോന്നുന്നുണ്ട്, കൈ വെച്ച് പേ ചെയ്യാ. അതായത് ഫിസിക്കൽ കാർഡ് വേണ്ട, ഇങ്ങനെ കൈൻ്റെ ഉള്ളിൽ എന്തോ ചിപ്പ് അങ്ങനെ എന്തോ സംതിങ് ആയിട്ട് ഫിംഗർ പ്രിന്റ് കണക്റ്റഡ് ആയിട്ടില്ല. ആധാറിന് റേഷൻ കടയിൽ ചെയ്യുന്നുണ്ടല്ലോ നമ്മള്. സാധനം വാങ്ങിയിട്ട് നമ്മള് കൈ ഇങ്ങനെ വെച്ചെടുത്താല് പേയ്മെന്റ് സക്സസ്ഫുൾ. അങ്ങനത്തെ ഓരോ പുതിയ ഇവിടുത്തെ ആമസോൺ സ്റ്റോറിൽ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. നമ്മള് പേയ്മെന്റ് ഇല്ല. ഐ മീൻ ഇൻ ദ സെൻസ് നമ്മള് കാർട്ടില് സാധനം വെക്കുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ബില്ലിൽ അത് ആഡ് ആയി. ഇവിടെ ആമസോൺ സ്റ്റോർ ഉണ്ടോ? ആമസോൺ സ്റ്റോർ അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളുടെ ബാസ്ക്കറ്റില് നമ്മള് കൊണ്ടുപോകുന്ന ബാസ്ക്കറ്റിലോട്ട് നമ്മൾ സാധനം ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ലിസ്റ്റിൽ ആഡ് ആയി. അത് നമ്മുടെ ഫോണിലുള്ള ആപ്പിൽ ആഡ് ആയി. നമ്മളിനി വേണ്ട വെച്ച് തിരിച്ചു വെക്കുന്നതോട് കൂടിയിട്ട് അത് റിമൂവ് ആയി. അറ്റ് ദി എൻഡ് നമ്മൾ ആ സാധനം കൊണ്ട് അക്കൗണ്ട് കടയിൽ നിന്ന് എക്സിറ്റ് ആവുന്നതോടുകൂടി നമ്മുടെ അക്കൗണ്ടിൽ പൈസ പോവുകയും ചെയ്തു. പക്ഷെ എന്താ പറയാ അത് യൂസ്ഫുൾ ആണ്. പക്ഷെ ലാഭിക്കണം നമ്മള്. എനിക്കതാ മനസ്സിലാവാത്തത്. എത്ര കാര്യങ്ങൾ ഈസിയാക്കി എന്ത് പെട്ടെന്നാണ് പോണത് കാര്യങ്ങള്. ഭയങ്കര സ്പീഡാണ് എല്ലാ കാര്യങ്ങളും. അത് എന്തിനാക്കുന്നതാണ് ഉപയോഗിക്കുന്നത്? ആക്കണ്ടേ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നുണ്ട്, ഇപ്പൊ കടയിൽ പോയിട്ട് ക്യാഷ് കൗണ്ടറിൽ നമ്മൾ ക്യൂ നിൽക്കുന്ന നേരം അത് നമുക്ക് ലാഭം. അത്രയും കൂടി സമയമില്ലേ ഇപ്പൊ മനുഷ്യന്? സമയം എന്റെ ലൈഫിലൊന്നും ആ സമയത്ത് നിനക്ക് ഇപ്പൊ വേറെ എന്തെങ്കിലും ചെയ്തൂടെ? ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കുന്ന സംഭവം പണ്ടത്തെ മാരില്ല. നമ്മുടെ ഒന്നിനും നമുക്ക് ഇപ്പൊ പെട്ടെന്ന് വരുന്ന സിംപ്ലിഫൈ കൊറേ നേരം സമയം കൂടെ പോവാണ്. 10 മിനിറ്റ് അവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോ ചിലപ്പോ ആലോചിക്കണോ, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കണോ, ഹെൽപ്പ് ചെയ്യണോ, സംസാരിക്കണോ ഒക്കെ ഒരു സംഭവം ഉണ്ടാവും. അതൊന്നുമില്ല. ആൾക്കാർ അവര് വരുന്നു, പേ ചെയ്യണു, കാര്യങ്ങൾ എടുത്ത് വെക്കണു, പോണു. ഭയങ്കര എന്തെന്നിട്ട് പോയിട്ട് എങ്ങടാ പോണു. ഇത് വേറെ രീതിയിൽ ചിന്തിച്ചു നോക്കി. എല്ലാ ഇന്നോവേഷനും ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ കാറ് ഇപ്പൊ പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്താനും വേണ്ടിട്ടല്ലേ ആ കാറ് പറഞ്ഞിട്ടാണ് ഇൻവെന്റ് ചെയ്തത്. അല്ല അപ്പൊ നടന്നു പോവാണെങ്കിൽ എന്നെത്താനാണ്. മനസ്സിലായില്ലേ? എല്ലാ ഒരു ഇന്നോവേഷന്റെയും ബേസ് എന്ന് പറയുന്നത് സേവിംഗ് ഓഫ് ടൈം.
ടൈം എഫിഷ്യൻസി, ടൈം സേവ് ചെയ്യാൻ വേണ്ടിട്ടാവും. നമ്മളുടെ എഫേർട്ട് കുറച്ച് നമ്മുടെ ടൈം സേവ് ചെയ്യുക. ആ സമയം നമുക്ക് വേറൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ജോലി ആവാം, അല്ലാതെ നമ്മുടെ ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം, അല്ലെങ്കിൽ നമ്മളുടെ നോളജിന്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഇപ്പൊ വീട്ടില് ഉമ്മമാര് വർക്ക് ചെയ്യുമ്പോൾ, ഐ മീൻ ഹൗസ് വൈഫ്സ്, അവര് വീട്ടിലെല്ലാം ഒരുപാട് ജോലി ചെയ്യുന്നു അല്ലേ. ഇപ്പൊ നമ്മള് ജോലിയും ചെയ്യുന്നുണ്ട്, നമ്മള് വീടും നോക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് അത് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നു. അപ്പൊ അതായത് യൂസ്ഫുൾ ആണെന്നില്ല. എല്ലാ ടെക്നോളജിയും നമുക്ക് കൂടുതൽ സമയം തരികയാണ്. എനിക്ക് ഏതെങ്കിലും ടെക്നോളജി പറയാൻ പറ്റും, ഇന്നോവേറ്റ് ചെയ്ത ഏതെങ്കിലും ടെക്നോളജി പറയാൻ പറ്റുമോ? അതായത് സമയം ഇപ്പോഴുള്ള സമയത്ത് ഒന്നുകൂടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം, പക്ഷെ എഫേർട്ട് കുറയും, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും ബേസ് തോന്നുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടി സമയം കണ്ടെത്താൻ അല്ലേ. അതായത് ഇതില് സമയം ചെലവഴിക്കണ്ട. അതുകൊണ്ട് ഇപ്പൊ നമ്മള് കൂടുതൽ റീൽസും നെറ്റ്ഫ്ലിക്സിലും ടെക്നോളജി ഉണ്ട്. എന്നിട്ട് അവരതിന് തന്നെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ സ്ക്രീൻ ടൈം. റീൽസിന് കണ്ണെടുക്കാൻ പറ്റില്ലടാ. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിങ്ങനെ നമുക്കൊരു കാണുമ്പോ ലോക്കോ പൂട്ടോ ചങ്ങലൊന്നുമില്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റൂല. നമ്മളെപ്പോഴും ഇതിനെ പറ്റി സംസാരിക്കാറുണ്ട്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അങ്ങനെ സമയം കളയുക. അതിനാണ് നമ്മളിവിടെ 10 മിനിറ്റ് ലാഭിക്കുന്നത്. അതാണ് കാരണം ഇതൊക്കെ നമുക്ക് ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ല, ഇത്രയും സാധനങ്ങൾ തന്നിട്ട് അപ്പൊ ഒരു സൈഡിൽ നമ്മൾ എന്തായി, നമുക്ക് പിന്നെ ബോറടിക്കാൻ തുടങ്ങി. നമ്മൾ എന്താ ചെയ്യാ, നമുക്കൊന്നും ചെയ്യാല്ല. ആ സമയത്ത് ഇവര് നമുക്ക് റീൽസ് തന്നു, നമുക്ക് അങ്ങനെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇതില്ലാതെ ഒരു സ്ലോ ലൈഫിലേക്ക് വേണമെങ്കിൽ പോവാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വാർസോ സിറ്റി ലൈഫിലുള്ള ആൾക്കാർക്കാണ് ഇങ്ങനെ ഒരു ഫാസ്റ്റ് ലൈഫിൽ സർക്കിളിൽ ഇങ്ങനെ കടന്ന് ലൂപ്പിലായി നിൽക്കുന്നത്. അപ്പോൾ ഇതിന്ന് ഔട്ടർ പോയി ഒരു വില്ലേജ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാന്ന് തീരുമാനിച്ചിട്ട് എനിക്ക് താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്ന കൂടുതൽ ആൾക്കാരും സിറ്റിയിൽ ജീവിക്കുന്ന കൂടുതൽ ഒരു 8 to 4 ജോലി ചെയ്യുന്ന കൂടുതൽ ആൾക്കാർക്കും അങ്ങനത്തെ ഒരു മോഹം ഉണ്ടാവും ഒരു നാട്ടില്. അത് കുറെ ആൾക്കാരുടെ ഡ്രീം ആയിരിക്കും, ഒരു വീട് വെച്ച് ഒരു ഔട്ടർ വില്ലേജിൽ ഒരു ഫാം ലാൻഡ്, അങ്ങനെയൊക്കെ ഒരു ആൾക്കാർക്ക് റിട്ടയർമെന്റ് ലൈഫിലേക്കുള്ള ഒരു ഡ്രീമാണ് എല്ലാവർക്കും. അപ്പോ ഞാനിപ്പോ കഴിഞ്ഞ വട്ടം ടീമിന്റെ ഒപ്പം ഔട്ടിങ്ങിന് പോയപ്പോഴേ ആ കൂട്ടത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഇവിടെ പുറത്തുള്ള ഒരു സിറ്റിയിലാ. അപ്പം പറയുന്നുണ്ട് വാർസ് എന്ത് വൃത്തിയായിട്ട സ്ഥലമാണ്, എന്ത് റഷാണ്. ഓൻ അവിടെ ഒരു സ്റ്റേബിൾ പറഞ്ഞാൽ കുതിര ഫാമും ഒക്കെ ആയിട്ട് വേറെ സ്ഥലത്ത് താമസിക്കുന്ന ആളാ. ടോം പറയാ, ഓൻ രാവിലെ ഇവിടെ വാർസോൾ, എനിക്കും തോന്നിയിട്ടത്, നമ്മൾ രാവിലെ ഓഫീസിൽ പോണ സമയത്ത് മെട്രോ ഒക്കെ കയറാൻ പോണ സമയത്ത് എല്ലാരും ഓടുക. അപ്പൊ നമുക്കൊന്നും നമ്മൾ ഓടിയാലോ, എല്ലാരും ഓടുണ്ടല്ലോ, ഇങ്ങനെ ഓടുക, അടുത്ത മെട്രോ കയറുക, അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് ഓടുക. ഞാനൊരു ചെറിയ വിഷയം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മളെ നാട്ടില് നമ്മള് ഒരു സ്ഥലത്ത് ഒരു കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാൻ നിൽക്കുമ്പോൾ ബസ്സിൽ പോകാൻ വിചാരിച്ചു. ഓക്കെ, നമ്മൾ കോഴിക്കോട് പോകാൻ വിചാരിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ 1/2 മണിക്കൂറായാലും ബസ്സിന് കാത്തിക്കും, പ്രശ്നമില്ല, നമുക്ക് ടൈമുണ്ട്. ഇവിടെ നമ്മൾ മെട്രോ പോയിട്ട് 2 മിനിറ്റ് നമുക്ക് മെട്രോ വന്നിട്ടില്ലാന്നുണ്ടെങ്കിലോ നോക്കട്ടെ, ഒരു 5 മിനിറ്റ് നിനക്ക് മെട്രോ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 5 മിനിറ്റ് ആകുമ്പോൾ ആ സമയം നമുക്ക് ഇങ്ങനെ ഒരു ഫ്രസ്ട്രേഷൻ ആയി. കാരണം ഇവിടെ 2 മിനിറ്റിന് മെട്രോ ആണ്, 2-3 മിനിറ്റ് മെട്രോ ആണ്. അപ്പൊ നമുക്ക് 5 മിനിറ്റ് അത് മെട്രോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഫ്രസ്ട്രേഷൻ ആയി. കാരണം നമ്മൾ ആ ഒരു കൺവീനിയൻസിൽ പെട്ടു, അത് ഈ ഒരു ലൂപ്പിൽ പെട്ടു ഇവിടുത്തെ ഒരു ഫാസ്റ്റ് ലൈഫിന്റെ. അപ്പോ മെട്രിക്സിലാണ് നമ്മള്. അതെ, ചാടണ്ടേ നമുക്ക്. അല്ല, എനിക്ക് തോന്നണത് ഇനിയിപ്പോ ഭാവിയിലേ ഇപ്പൊ AI വരുന്ന ജോലി കാണുമ്പോ ക്രിയേറ്റീവ് ആയുള്ള ആൾക്കാർക്ക് ആവും ചിലപ്പോൾ ജോലി ഉണ്ടാവുള്ളൂ. അത് ഇനി അടുത്തൊരു എവല്യൂഷന്റെ ഭാഗമാവും ചിലപ്പോ. അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ് ആൾക്കാർ നമ്മൾ എന്തെങ്കിലും ക്രിയേറ്റീവായി ചെയ്യണു, അത് കാണാൻ ആൾക്കാരുണ്ട്. ചിലപ്പോൾ എല്ലാവരും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവും ഭാവിയിൽ. അതൊരു ക്രെഡിറ്റ് മാതിരി എനിക്ക് യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എത്ര വ്യൂസ് ഉണ്ട് എന്നൊക്കെ അനുസരിച്ചാവും. വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പേരറിയില്ല, ഒരു നീലിംഗ് ടീഷർട്ട് ഇട്ടിട്ട് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അച്ഛനാണ്. ഇല്ലല്ലേ, അത്ര ഉള്ളൂ അല്ലേ? ഓക്കെ, അത് വളരെ കുറവാണ്. നമുക്ക് പറയാൻ പറ്റില്ല. ഞാന് 2023 തുടക്കത്തില് ഞാൻ എന്റെ ജോലിയുടെ സ്ഥലത്ത് ChatGPT ഒരു കോഴ്സ് ചെയ്തിരുന്നു. അപ്പൊ അന്ന് ഞാൻ ഓപ്പൺ AI ഒരു കോഴ്സ് ചെയ്തപ്പോ എന്റെ ടീം ലീഡറിനോട് ചോദിച്ചു, ഇതെന്താ ചെയ്യണത്, ഇതിപ്പോ എല്ലായിടത്തും ബാൻ ആവാൻ പോവാണ്, നമുക്കിനി എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കത് എന്റെ കൗതുകം കൊണ്ട് ഞാൻ ആ കോഴ്സ് ചെയ്തു. ആ കോഴ്സ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിന്റെ ഇതുണ്ട്, ഇനിയോട്ട് നമ്മൾ ബ്രെയിൻ ഉപയോഗിക്കേണ്ട. ആ കോഴ്സിൽ പറയണ തന്നെ നമ്മളിപ്പോ ഒരു ChatGPT ഒരു കാര്യം ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരം തരും, നമുക്ക് ബിസിനസ് ഐഡിയ എല്ലാം തരും.
അപ്പൊ ഇപ്പൊ ഫാസ്റ്റ് ഫോർവേഡ് നമ്മളൊരു 1.5 വർഷം കഴിഞ്ഞിപ്പോ നോക്കുമ്പോ ഇപ്പൊ നമുക്കൊക്കെ എന്റെ കോഴ്സാ പഠിക്കാൻ, ഓപ്പൺ എന്റെ കോഴ്സ് നമുക്ക് എല്ലാവർക്കും പഠിക്കാനുണ്ട് ജോലിയില്. ഇത് പഠിച്ചോളണം എന്നാണ്. കാരണം AI ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ഭാഗമായി വരികയാണ്. ഇനി അതാ തന്നെ ഇപ്പൊ ഈ പറഞ്ഞില്ലേ എന്റെ ഒരു സ്റ്റെപ്പ് ഓഫ് വർക്ക് AI ആണ് ചെയ്യുന്നത്. അതെ, ഞാൻ ഇപ്പൊ അടുത്ത് പറഞ്ഞത് ഇതിന്റെ ഒരു സ്റ്റെപ്പ് ഓഫ് പ്രോസസ്സിന്റെ ഒരു സ്റ്റേജ് ക്വാളിറ്റി ചെക്ക് മൊത്തം AI ചെയ്യുന്നത്. അതിനുശേഷം ഇനി ഒരു അപ്പൊ നോക്കിയ ആ ഒരു ഡിഫൻസ് ആ ഒരു സ്റ്റേജിലുള്ള വർക്കേഴ്സിനുള്ളതൊക്കെ പോയി ഒരു 5 ആൾക്കുള്ളത് ഒരു AI ചെയ്യും. അതെ അല്ലേ? പല കാണും, ഇടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടും, സിഗരറ്റ് വലിക്കാൻ പോകും. ഇവിടൊക്കെ അങ്ങനെയല്ലേ, സിക്ക് ലീവ് എടുക്കും, കോഫി കുടിക്കാൻ പോകും, അതൊക്കെ ചെയ്യും. AIക്ക് അതൊന്നും ആവശ്യമില്ല. അതാണ്. പിന്നെ ഇപ്പൊ 5 ആൾക്കാരെ പണി AI ചെയ്യും. AI നോക്കാൻ, AI വർക്ക് ചെയ്യണ നോക്കാൻ ഒരു ഹ്യൂമനിന് വെച്ചാൽ പോലെ. എത്ര കോസ്റ്റാ സേവ് ചെയ്ത്? ഒരു AIക്ക് ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും പിന്നെ മെയിൻ്റനൻസിന് കുറച്ച് പൈസ, പിന്നെ ഒരു സാലറിക്ക് ഒരു പണിക്കാരനും. Anything can happen. അതാണ് 2040 അങ്ങനെയാവും ചിലപ്പോ. രസാവും. എനിക്ക് തോന്നുന്ന ഇനി എയർ ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ, അതായത് എല്ലാവർക്കും വീട്ടിലൊരു നമ്മളെ ബൈക്കുള്ള പോലെ നമ്മൾ എയറിലൂടെ ട്രാവൽ ചെയ്യാൻ സാനിറ്റൈസറിൽ പണ്ട് സാധനം വരുന്ന പോലെ എല്ലാവർക്കും അതൊക്കെ രസാവൂലേ? നമുക്ക് എല്ലാരും പറക്കണ കാക്കാമാരും ട്രാഫിക്കിലാണ് പറഞ്ഞത്, എയറിലാണ് എക്സ്പെക്ടഡ് ആയിട്ടുള്ള 40 നമുക്ക് ചിലപ്പോ ഇപ്പൊ ഉള്ളതിനെക്കാളും കുറച്ചും കൂടെ ഒരു 2100 100 ഒക്കെ 2100 ഒക്കെ ചിലപ്പോ ഭയങ്കര വ്യത്യാസമാണ്. നമുക്ക് ആക്ച്വലി ഒരു ഫുൾ എപ്പിസോഡ് തന്നെ ഇങ്ങനത്തെ ഈ ഇതിനെപ്പറ്റി ഫ്യൂച്ചറിസ്റ്റിക്കിനെ പറ്റി പറയാണെങ്കിൽ കുറെ പഠിച്ചിട്ട് പറയാൻ ഒരുപാട് ഇപ്പൊ വരുന്ന ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ മിസ്റ്റർ ഹൂസ് ദ ബോസ് കണ്ടൊരു ചങ്ങായി ഉണ്ടല്ലോ യൂട്യൂബിൽ, എനിക്കറിയോ, അവന് ടെക് റിവ്യൂ ചെയ്യണ ചങ്ങായി. അപ്പൊ അവൻ ഇപ്പൊ പുതിയ വീട് വാങ്ങിയപ്പോ സ്മാർട്ട് ഹോം, സ്മാർട്ട് ബെഡ്റൂം എല്ലാം സ്മാർട്ട് ആക്കാണ്. അപ്പൊ അങ്ങനെ ഓരോ സാധനങ്ങള് ഇപ്പൊ എയർ പ്യൂരിഫയറിന്റെ ഒക്കെ പറഞ്ഞാൽ അഡ്വാൻസ് സാധനം ഉണ്ട്. അതായത് ആ എയർ പ്യൂരിഫയർ ഈ ആ റൂമിന്റെ മൂലയ്ക്ക് വെക്കുകയാണ്. ഇവിടെ ഒരു പൊടി പാറിച്ച ഇത് AI വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് ആ പൊടി വലിച്ചെടുക്കാൻ അത് പവർ കൂട്ടും, ആ ഒറ്റ പൊടിയിൽ വലിച്ചെടുക്കും എയർ പ്യൂരിഫയർ. എന്താ ഭയങ്കര ടെക്നോളജികൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്യണതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോഴത്തെ ഇൻവെൻഷൻസിൽ തന്നെ ഇവര് എന്താ ഇപ്പൊ എയർ പ്യൂരിഫയർ എന്ന് പറഞ്ഞു, അപ്പൊ ഓൾറെഡി അത് ഇൻവെന്റഡ് ആണ്. പിന്നെ ഇപ്പോ ഈ റോബോട്ട് വാക്യൂം ക്ലീനർ അതും ഇൻവെന്റഡ് ആണ്. പക്ഷെ അതില് ഒരുപാട് AI സിസ്റ്റം കൊടുത്തിട്ട് ഇവര് അതിനായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോ ഉണ്ടാവുന്ന ഇതാണ് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയി. എനിക്ക് എന്ത് ഇപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, എനിക്ക് എന്താണ് വേണ്ടത് തോന്നുന്നത്? ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഇപ്പൊ അല്ലാത്തത് എന്ത് ആവശ്യം വേണം, ഇവര് കണ്ടുപിടിക്കണം, ഇത് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും സാധനം തോന്നിയിട്ടുണ്ടോ? ആലോചിച്ച് പറഞ്ഞാൽ മതി, സമയമുണ്ട്, കട്ട് ചെയ്തോളാം. കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു ടെലിപ്പോർട്ടിങ് നമുക്ക് അതൊരു, പക്ഷെ അത് പറ്റൂ ഫിസിക്കലി? ഫിസിക്സ് വെച്ചിട്ട് അത് പറ്റാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് കൊമ്പ് മുളയ്ക്കണം അതൊന്നും പറയരുത്. അതായത് നമുക്ക് പറ്റണ സാധനം മുളക്കാനുള്ളത് ചിലപ്പോ നടക്കും. താടി വെക്കൽ തുടങ്ങിയില്ലേ? താടി മുടി ആക്ച്വലി കൊമ്പ് വെക്കുന്നുണ്ടോ? മുളക്കല്ലേ കൊമ്പ് വെക്കുക. അപ്പൊ നമുക്ക് ഇത് പറ്റണ ഒരു സംഭവം ടെലിപ്പോർട്ട് ഒന്നല്ല, അല്ലാത്തൊരു സാധനം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മളിവിടെ ടെലിപ്പോർട്ടിങ് പറഞ്ഞു, മേ ബി ഫിസിക്കലി അത് പോസിബിൾ ആവലുണ്ടാവില്ല. ഇൻ ദ സെൻസ് സെയിം സെൻസിൽ ഇപ്പൊ ഒരു 200 വർഷം മുന്നുള്ള ഒരാളെടുത്ത് നമ്മൾ പറയാം, അവിടെ നിൽക്കുന്ന ഒരാളെ നമുക്ക് ഇവിടെ ഒരു ഇതിൽ നോക്കിയാൽ ഫീൽ ചെയ്യുന്ന ടൈപ്പ്, അതായത് അയാളെ ഫീൽ ചെയ്യാ, അതായത് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ടൈപ്പ് സാധനം തുടങ്ങി. ഞാൻ ഫീലിംഗ് അല്ല, ഓപ്പറേഷൻ ചെയ്യുന്നത്, അതായത് റോബോട്ട് വെച്ചിട്ട് ഹാൻഡ് മൂവ് ചെയ്യും. അത് പക്ഷെ റോബോട്ട് അത് ടച്ച് ഫീൽ ചെയ്യൂ, അവിടെ ചെയ്യുന്നത് ആരാ ചെയ്യുന്നത്? ഗ്ലൗസ് ഇട്ടിട്ട് മറ്റേ അവര് വേറൊരു റോബോട്ടിക് ഹാൻഡ്സ് അതുണ്ട്. അപ്പൊ എന്താ ആവശ്യം? എനിക്ക് എന്താ ആവശ്യം ടച്ച് ചെയ്യണം? എനിക്ക് ഞാൻ ആലോചിക്കാണ്, നിങ്ങള് പറഞ്ഞാല് ചോദിച്ചു. എനിക്ക് സമയം ഉണ്ടാലോചിക്കാം. എനിക്ക് എന്താ തോന്നുന്നു ടെലിപ്പോർട്ട് ചെയ്യണമെന്നോ? ടെലിപ്പോർട്ടിംഗ് ആണ് എവിടേക്ക്? അല്ലെങ്കിൽ അത് ടെലിപ്പോർട്ടിംഗ് ആവേണ്ട, ഫാസ്റ്റ് ട്രാവൽ ആയാൽ മതി, ജസ്റ്റ് വെരി ക്വിക്ക്. എന്നിട്ട് എന്താ ഈ സമയം ലാഭിച്ചിട്ട്? സമയം ലാഭം തന്നെയല്ലേ. ഇപ്പൊ നിനക്ക് ഇവിടുന്ന് നാട്ടിൽ പോകണം, കുറച്ചും കൂടി എളുപ്പമായ കൊള്ളാം. നാട്ടുപോക്ക് കൊച്ചിക്ക് ഒരു ഫ്ലൈറ്റ്
അതെ സത്യം. ഒരു കോഴിക്കോട്ടേക്ക് അത് വന്നാ മതി, വലിയ ഇന്നോവേഷൻ ഒന്നും വേണ്ട സാറേ. എന്റെ അഭിപ്രായത്തിൽ വാർസോൺ കൊച്ചിക്ക് വരുന്ന മുംബൈക്ക് ഉണ്ടല്ലോ അതുപോലെ. പക്ഷെ അതിനെക്കാട്ടും മുംബൈക്ക് നമ്മൾ അവിടെ പോയിട്ട് പിന്നെ കൊച്ചിന്ന് എത്തിയിട്ട് കൊച്ചിന്ന് ഇവിടെ മലപ്പുറത്തേക്ക് എത്ര നേരം കൊണ്ട് മുംബൈ ഇറങ്ങിയിട്ട് ഫ്ലൈറ്റ് വരെ കരിപ്പൂർ എത്താം അറിയാം. പക്ഷെ നമ്മള് മാറി കയറുന്നു വേണ്ടേ, ഒരു ഫ്ലൈറ്റ് വെറൈറ്റി ഇന്നോവേഷൻ അതായത് ഒരു മെഷീൻ എല്ലാ വീട്ടിലും ഓരോ കുടിൽ വ്യവസായം പോലെ മെഷീന്. അപ്പൊ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതിലിങ്ങനെ അതായത് സ്റ്റോർ ചെയ്യാം. അപ്പൊ നമുക്ക് ബിരിയാണി വേണം, ബിരിയാണി സ്വിച്ച് വെച്ചാല് ബിരിയാണി ആയിട്ട് ഇങ്ങനെ ഇല്ല. അതൊരു സാധനമാണ് ഫ്രിഡ്ജ് മാതിരി ഒരു സാധനം. അതെ, ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ട്, മസാല ഉണ്ട്, കുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനം ഉണ്ട്. ഇത് പറയണത് ഇപ്പൊ ഒരു മേഘയുടെ കയ്യിലൊരു അളമാറ അല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് സിസ്റ്റം, അതിൽ ചിക്കൻ കോൾഡായി സ്റ്റോർ ചെയ്യും, അരി കോൾഡ് അല്ലാത്ത സ്റ്റോറേജ് ഡ്രൈ സ്റ്റോറേജിൽ വെക്കും. നമ്മൾ അതിൽ എന്താ വെച്ചാൽ ബിരിയാണി എന്ന് പറഞ്ഞാൽ ചിക്കൻ അവരെടുക്കണു, ചിക്കൻ മുറിക്കുന്നു, മസാല ഇട്ട് കുറച്ച് നേരം വെക്കണു, അരി വെള്ളത്തിലിട്ട് വെക്കണു. പിന്നെ ബിരിയാണി പ്രൊഡക്റ്റ് ആയിട്ട് ഒരു 10-15 അത് വേറെ സെറ്റപ്പ് കൂടി ചെയ്തല്ലോ. അവരിങ്ങനെ കുഴച്ച് കണക്ക് ഇങ്ങനെ അതും കൂടി തിരുപ്പതി അതൊക്കെ ചിലപ്പോ പോസിബിൾ ഉള്ള തുടങ്ങിയാലോ പ്രോഗ്രാമിംഗ് കോഡിങ് പഠിച്ചാലോ. വേറുണ്ടോ എന്റെ കയ്യിലുണ്ടോ റൈറ്റ് ഇതുപോലെ? ഞാനൊന്ന് ആലോചിക്കട്ടെ വന്നാ കൊള്ളാന്നുള്ളത്. എനിക്ക് ഇപ്പൊ ട്രാൻസ്ഫോമർ ഒക്കെ ഉള്ള മാതിരി ഒരു സാധനം, അതായത് കാറ് അല്ലെങ്കിൽ ചിലപ്പോ അത് ഒരു സ്വിച്ചൊക്കെ വേണമെങ്കിൽ വലുതാ വേറെ വണ്ടിയാവും, പിന്നെ സ്വിച്ചൊക്കെ വേറെ വണ്ടിയാവും, അല്ലെങ്കിൽ വേറൊരു പർപ്പസിന് വേണമെങ്കിൽ അത് ഫ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോ ഒരു വലിയ ഹ്യൂമൻ ഇതാവും, ഏലിയൻസ് ഒക്കെ വരുമ്പോ ഭാവിയിൽ ഫൈറ്റ് ചെയ്യാൻ, അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഞാൻ ഇപ്പൊ അടുത്ത ട്രാൻസ്ഫോമേഴ്സ് ആണ് ഞാൻ വിചാരിച്ചിരുന്നത്. ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നു, ട്രാൻസ്ഫോമർ ഇല്ല ഈ ലോകത്ത്. ട്രാൻസ്ഫോമർ ഇവിടെ ഉണ്ട്. ആ ട്രാൻസ്ഫോമർ അല്ല, മറ്റേ സാധനം അതിപ്പോ അടുത്ത് വിചാരിച്ചിട്ടുള്ളൂ. ശരി, ഇതൊക്കെ ഷോർട്സ് ഒക്കെ ഇട്ടാല് നാട്ടിലെ ആൾക്കാര് പറയാ ട്രാൻസ്ഫോമർ ഇല്ലാതെ ട്രാൻസ്ഫോമർ അല്ല. എനിക്ക് അതാണ് ട്രാൻസ്ഫോമർ മാതിരി ഒരു സാധനം, ഒരു സൂപ്പർ വെഹിക്കിള് ഫ്ലൈ ചെയ്യാൻ. ഇപ്പൊ എനിക്ക് വാർസൊന്ന് കൊച്ചി എയർ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ഓവർ, നമ്മള് വണ്ടി എടുത്തിട്ട് നേരെ പോണു, വെള്ളത്തിൽ പോണു, സബ്മറൈൻ അത് ഇത്. അല്ലെങ്കിൽ വീട് വെള്ളത്തിന്റെ അടിയില് മറ്റേ നമ്മളിപ്പോ അല്ല വേറൊരു സാധനം ഉണ്ട്, അതല്ലോ വെറൈറ്റി സാധനം ഉണ്ട്. ഇപ്പൊ നമുക്ക് പറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, അതുപോലെ നമ്മള് മറ്റേ അവതാറ് പോലെ വെള്ളത്തിലൊക്കെ അവരാതല്ല വെള്ളത്തിന്റെ അടിയില് ജീവിക്കാൻ പറ്റിയ രീതിയില്, അതായത് ഇതൊക്കെ വെച്ചിട്ട് നമ്മളവിടെ ജീവിക്കും. അത് ചിലപ്പോ ഉടനെ ആവും വെള്ളത്തിനടിയിൽ ജീവിക്കും. അല്ല അതിന്റെ സെറ്റപ്പ് മാസ്ക് എന്തിനങ്ങനെ ജീവിക്കണോ? അതാണ് ചോദ്യം. അതെന്താ ഇപ്പൊ നാട്ടിൽ പോപ്പുലേഷൻ കൂടിയിട്ട് കുറച്ച് പ്രൈവസി അല്ല, കടൽ ഏരിയ കൂടുതലാണ്, പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഇപ്പൊ ചിരിച്ചല്ലേക്കോ ഇതൊക്കെ വൈറലാവാൻ. എന്നാലോ 2004 പൃഥ്വിരാജൊക്കെ പ്രഡിക്റ്റ് ഇലുമിനാറ്റി ആണെന്നൊക്കെ പറഞ്ഞാല് അങ്ങനൊക്കെ. ചന്ദ്രനിലും സിംസന്റെ മാതിരി സിംസൺസിന്റെ ഒക്കെ പറയണ ചന്ദ്രനിലും മാർസിലും അവിടെയൊക്കെ ഉണ്ടാവും എന്തായാലും ഭാവിയിൽ ആൾക്കാർ താമസിക്കും. എനിക്ക് തോന്നുന്നു അവിടെ ആൾക്കാരുണ്ട് ഓൾറെഡി, അതായത് വേറെ ടൈപ്പ്. അവിടെ ഇപ്പൊ സുനിത വില്യംസ് അതല്ല ഉദ്ദേശിച്ചത്, വേറൊരു ക്രീച്ചർ ആയിട്ട്. ഇല്ല അതെനിക്കറിയില്ല, അറിയില്ല പറയാൻ പറ്റും. ഇതേപോലെ അവിടെ എവിടെ മാർസിലോ അങ്ങനെയാണോ വേറെ പ്ലാനറ്റ്സിലോ ഉണ്ടാവും. അവിടെ ഇതുപോലെ പോഡ്കാസ്റ്റ് ഒക്കെ വേറെ ആൾക്കാരല്ല വേറെ ക്രീച്ചേഴ്സ് മൾട്ടിവേഴ്സ് ഉണ്ടെങ്കിൽ റൈറ്റ് ആവില്ലേ നമ്മള്. ഞാൻ ചന്ദ്രനില്ല, ചന്ദ്രനില് വ്ളോഗ് ചെയ്യണ മറ്റേ വേറെ ആൾട്ടർനേറ്റ് റിയാലിറ്റീസ് അതുണ്ടാവും ചാൻസ് ഉണ്ട്. കാരണം സോളാർ സിസ്റ്റത്തില് എന്തോ ഒരു കുഞ്ഞു സ്ഥലത്ത് നമുക്ക് ഇവിടെ ഒരു ജീവൻ ഉണ്ട് വെച്ചാൽ ഇത് ഭയങ്കര വാസ്റ്റ് ആണെന്നാണല്ലോ സയൻസ് പറയുന്നത്. അപ്പോ അവിടെ എവിടെയൊക്കെ ജീവനൊക്കെ ഉണ്ടാവാം, എന്തുണ്ടാവാം, നമുക്ക് ഇല്ലാന്ന് പറയാൻ ഉറപ്പില്ല, ഉണ്ടെന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞു വെച്ചാല് അത്രയും ചാൻസസ് ആണ്, നമ്മൾ പ്രോബബിലിറ്റി നമുക്ക് അറിയുന്നത് ഇത്ര അറിയാത്തത് ഇത്ര എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ്. അപ്പൊ
ആ ഒരു ചാൻസ് നോക്കുമ്പോ പ്രൊബബിലിറ്റിയിലാണ് അത് നോക്കുന്നത്. അപ്പൊ എനിക്ക് ചന്ദ്രനിൽ സ്ഥലം ഉണ്ടോ വാങ്ങിയെന്നോ? ഇപ്പൊ അടുത്ത കുറച്ചു കാലം മുമ്പ് ചന്ദ്രനിൽ സ്ഥലം വെക്കണ അങ്ങനെ ടൈപ്പ് ഉണ്ടായിരുന്നല്ലോ. ഈ അയച്ചല്ലോ ഗ്രൂപ്പിൽ ഇവൻ മറ്റേതാട്ടിന്ന് വെള്ളിമൂങ്ങ വേണം വെച്ചിട്ട്. അതല്ലടാ കാര്യമായിട്ട് പറയുന്നത്, ഞാൻ തമാശ അല്ല. ഇപ്പൊ എടുത്തില്ലേ ഈ കേട്ടില്ല ചന്ദ്രനില് വെള്ളം എന്തോ ഇത് വെള്ളമുണ്ട് വെള്ളം സെൻസ് ചെയ്തതിന് ശേഷം അവിടുത്തെ ആൾക്കാർ റിയൽ എസ്റ്റേറ്റ് പോലെ വിൽക്കുക. അങ്ങനെ ഗിഫ്റ്റ് മാർസില് സ്ഥലം വാങ്ങിട്ട് മക്കൾക്ക് ഗിഫ്റ്റ് എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കണ്ടിരുന്നത് യുഎസിലെ ഒരു ചെക്കൻ ഇവൻ ചോദിച്ചു മൂണ് ആരുടെ അണ്ടറിലാണ്, ഏത് ഗവൺമെന്റിന്റെ അണ്ടറിലാണ് മൂണ് എന്നുള്ളത്. അപ്പോ US ഗവൺമെന്റിന്റെ അണ്ടറിൽ മൂണല്ല, വേറെ ഒരു ഗവൺമെന്റ് വേൾഡിലുള്ള ഒരു ഗവൺമെന്റിന്റെ അണ്ടറിലും മൂണില്ല. അപ്പൊ അതിനൊരു അതോറിറ്റി ആർക്കും ഇല്ല. അപ്പൊ അയാള് പറഞ്ഞു ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മൂണില് ഞാൻ സ്ഥലം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വർടൈസ്മെന്റ്, ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെന്റ് ഇബേല തോന്നുന്നുണ്ട്, അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് ഇട്ടു. അതങ്ങോട്ട് ക്ലിക്കായി, ആൾക്കാരത് വാങ്ങിക്കാൻ തുടങ്ങി. അയാള് അത് ഇങ്ങനെ പ്ലോട്ട് എന്നുള്ള രീതിക്ക് മാറ്റി മൂണില് കൊടുക്കാൻ തുടങ്ങി. ബേസിക്കലി അയാളെ സീലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു മുദ്ര പേപ്പറാണ് കൊടുക്കുന്നത്. അയാളുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി അയാളാണ് മൂണിന്റെ മുതലാളി എന്ന് പറഞ്ഞിട്ട് അയാൾ സ്ഥലം വിൽക്കാൻ തുടങ്ങി. അയാൾ പൈസക്കാരനായി. കുറെ കോടീശ്വരന്മാര് പൈസ കളയാനുള്ള ഒരാൾക്കാര് അങ്ങനെ സ്ഥലം അതെ. അപ്പൊ പറയാൻ പറ്റൂല കേട്ടോ. പോവാം. ഇപ്പൊ അത് വെച്ചിട്ട് ഇപ്പൊ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ ഇതിന്റെ സ്ഥലമാണെന്ന് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എന്താ അവിടെ ആരാ പോയിട്ടുള്ളത്? ഇപ്പൊ ഈ പഴയ സ്പേസിലെ സ്ഥലങ്ങളും ഏരിയാസും ഈ നാസയുടെയും ഇവരുടെ ഒക്കെ ഇതിലാണ് പറയുന്നത്. പക്ഷെ മൂണിൽ അങ്ങനെ ഒരു ഭാഗം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചങ്ങായി ഇപ്പൊ ഒരാള് തീരുമാനിക്കുകയാണ്, എലോൺ മസ്കോ ജെഫ് ബെസോസോ അങ്ങനെ ആരെയും ഈ സ്പേസ് ട്രാവലിന്റെ അറ്റത്തൊക്കെ വന്നിരിക്കുന്ന ഒരാൾ തീരുമാനിക്കുകയാണ് ഇവനെ കൊണ്ടുപോവാ അങ്ങോട്ട്. അവരെന്താ ഒരു ഇതിന്റെ രീതിയിൽ ഒരു അഡ്വർടൈസിങ് എന്നുള്ള രീതിയിൽ ഇവനെ കൊണ്ടുപോയിട്ട് അപ്പൊ ഇവനെ അവിടെ ക്ലെയിം ചെയ്താണ്. പിന്നെ എങ്ങനെ അത് തിരുത്തണ്? അവിടെ നിയമമില്ലല്ലോ ഈ എങ്ങനെ ഒന്ന് പറഞ്ഞ. അവിടെ റൂളില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് അവിടേക്ക് ഇങ്ങനെ ഒരു മൈഗ്രേഷൻ വരുമ്പോ ഫസ്റ്റ് ഇൻ ദ സെൻസ് ഒരു റൂൾ ഉണ്ടാക്കും. ഫസ്റ്റ് ഞാൻ എന്റെ പ്രശ്നം അവിടെ ഓക്സിജൻ വേണ്ടേ? ഞാൻ ഇനിയിപ്പോ അവിടെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു പരിധി കഴിഞ്ഞാൽ ഓക്സിജൻ കട്ട് ചെയ്യൂലേ? അതായത് സോഴ്സ് ലിമിറ്റേഷൻ അല്ലേ? അതായത് എത്ര മണിക്കൂർ ഇപ്പൊ ഓക്സിജൻ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്സിജൻ ടാങ്ക് കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടാവോ? ഞാനേ ചോദിക്കട്ടോ. എടാ ഇനിയിപ്പോ അവിടെ താമസിക്കണ്ടെന്ന് വിചാരിച്ചോ? ഇപ്പൊ പ്രാക്ടിക്കലായിട്ട് എല്ലാവർക്കും അവിടെ പോയി താമസിക്കാനില്ല, എത്ര സമയം എടുക്കും? സമയം ഒരുപാട് പിടിക്കൂലേ? അതായത് അവിടുത്തെ സയൻസ് പഠിക്കണം, അവിടുത്തെ ജിയോഗ്രഫി എങ്ങനെ പഠിക്കണം, അവിടെ എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റും, അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, അതൊക്കെ അത് വേറെ. അത് മനുഷ്യനെ എത്തിയിട്ട് പോയി കണ്ടുപിടിക്കും. അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. അല്ല, പ്രാക്ടിക്കലി പോസിബിൾ ആണ്, ഇത് നടക്കും. പക്ഷെ അത് നിയർ ഫ്യൂച്ചറിലാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും പറയാലോ, സ്ഥലം മാനമില്ല ആർക്കും അറിയില്ല. പിന്നെന്താ ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു പോവന്നെ. അങ്ങനെ എത്ര ഈ എന്നാ ജൂപ്പിറ്റർ പിടിക്ക്, സ്ഥലം വിറ്റോ? 50,000? അതൊക്കെ ഒന്നും കട്ട് ചെയ്യാനൊന്നുമില്ല. ഇന്ന ഒരു 10 കൂടി സംസാരിച്ചു. എപ്പോഴും ഇങ്ങനെ പറയും ഇതിന്റെ ഒന്നും കട്ട് ചെയ്യാനില്ല. നമ്മള് ഓരോ കേസ്. പിന്നെന്തിനെ പറ്റിയാ പറയാനുള്ളത്? വേറെ എന്തെങ്കിലും വൈറൽ? ഞാൻ ഒരു സാധനം ഈ അടുത്ത് കണ്ടു, അതിനെ പറ്റി പറയണം എന്ന് എനിക്ക് തോന്നി. നമ്മൾ ഈ റേസസ്, നമ്മള് ഒബ്വിയസ്ലി എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കണാണ് നമ്മുടെ റേസസ്. നമ്മളൊരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് റേസസ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പൊ നമ്മള് പ്ലാനറ്റ് ഓഫ് എയ്പ്സും സിനിമയൊക്കെ മാതിരി കീഴടക്കണ മാതിരി പണ്ട് പറഞ്ഞ മാതിരി നമ്മള് ഇന്ത്യൻസും ഭയങ്കരമായിട്ട് മൈഗ്രേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നും ഫുള്ളൊരു മിക്സ്ഡ് രീതിയായി മാറുകയാണ്. അപ്പൊ ഇന്ത്യൻസ് എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഒരു എപ്പിസോഡ് പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത്. അപ്പൊ ഇപ്പൊ ഈ റേസിസത്തിന്റെ വീഡിയോസ് ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അൽഗോരിതം അങ്ങനെയാണോന്ന് അറിയില്ല, കുറെ വീഡിയോസ് വരുന്നുണ്ട്. ഇപ്പോ ഞാൻ ഇപ്പൊ അടുത്തൊരു സാധനം കണ്ടു, ഫ്ലൈറ്റിന്റെ ആ സാധനം കണ്ടു. ഒരു അമേരിക്കൻ സിറ്റിസനായ ഭയങ്കര ഫേമസ് ആയ ഒരാളാണ് അയാള് ഇന്ത്യൻ ഇതാണ്, ഒറിജിനാണ്. മൂപ്പരെതിരെ ഒരു പെണ്ണ് പറയണത് യു ആർ സ്റ്റിങ്കി തന്തൂരി ആസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തെറിയൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ ഇന്ത്യൻസ് ഇങ്ങനെ കൂടുന്ന സമയത്ത് ഇവർക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, അവരുടെ ഇത് പോവോ, വെള്ളക്കാരുടെ എണ്ണം കുറയോ എന്നൊക്കെ തോന്നുന്നൊരിതുണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ, ഇത് എക്സാമ്പിൾ ആണ്, ഇതിപ്പോ ഭയങ്കര വൈറലായിട്ട് സാധനം, ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് ഇന്ത്യക്കാരെ പോയിട്ട് ചൊറിയണത്, നിങ്ങളെന്തിനാ അങ്ങനത്തെ ചെയ്യണത്, നിങ്ങളെന്താ എങ്ങനെ, നിങ്ങള് പാരസൈറ്റ് ആണ്, ലോകം മൊത്തം പരന്ന് കിടക്കുന്ന പാരസൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്താല്ലേ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നി അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കണം എന്ന്. സത്യസന്ധമായി പറയണം. ഇന്നിപ്പോ നമ്മള് പണ്ടത്തെ മാതിരി നമ്മള് മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പീരിയൻസ് എന്താന്ന് വെച്ചാല് പോപ്പുലേഷൻ ഒന്നാമത് നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും കുറവാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസും അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് രാജ്യം വിടുന്ന ആൾക്കാരാണ് ഈ ലോകം മൊത്തമുള്ള ആൾക്കാർ അല്ലേ. അതിപ്പോ കൂടുതലാണോ ചോദിച്ചാല് കൂടുതലാണ്, പക്ഷെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? ഫോർ എക്സാമ്പിൾ നമ്മള് തന്നെ നോക്കാം, നമ്മള് വേറെ രാജ്യത്തല്ലേ, നമ്മളിവിടെ വന്നിട്ട് എന്ത് പറയാൻ. വേറെ രാജ്യത്തേക്ക് പോകുന്നത് ഇപ്പൊ വളരെ ഈസി ആക്സസിബിൾ ആയി, പണ്ടത്തെ പോലെ അല്ല, കുറച്ചുകൂടി ഈസി ആയി. എല്ലാവരും മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങി, എല്ലാവരും ട്രാവൽ ചെയ്ത് തുടങ്ങി, ജോലി സംബന്ധമായിട്ടും ടൂറിസ്റ്റിക് ആയിട്ടും പലയിടത്തും പല സ്ഥലത്തേക്കും ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ മിങ്കിളാവുന്നതോട് കൂടിയിട്ട് അവരവിടെ സെറ്റിലാവുന്നതോട് കൂടിയിട്ട് അവിടെ ചിലപ്പോൾ കല്യാണം കഴിക്കും, അവിടെ മിക്സ് ആവും ഒക്കെ ഒരു ഒബ്വിയസ് ആണ്. അതൊക്കെ ഒരു കാലഘട്ടം മാറുന്നതിന്റെ ഒരു എവല്യൂഷന്റെ ഭാഗമാണ്. അപ്പൊ അതില് ഒന്നും ചെയ്ത് അതിലൊരു സൊല്യൂഷൻ ഇല്ല. അതിന് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർത്ത് കൊറിയ പോലെ കംപ്ലീറ്റ്ലി ലോക്ക്ഡൌൺ ആക്കിയിട്ട് ഒരു കൺട്രി ഇടണം, ഐസൊലേറ്റ് ചെയ്തിടണം. അങ്ങനെയെന്നുണ്ടെങ്കിൽ ഓക്കെ. അല്ലാത്ത പക്ഷം ഒരിക്കലും ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് ഗവൺമെന്റ് ആയിട്ട് അതെ വിൻ ആണ്. നമ്മളിപ്പോ സിറ്റിസൺസ് ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിലും ഗവൺമെന്റ് അലോ ഉണ്ട് ഇങ്ങനെ വരാൻ ഇത്ര ആൾക്കാര് എന്നുള്ള. നമ്മള് സംസാരിക്കണം ഒബ്വിയസ്ലി ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ, ലീഗലായിട്ട് പോയി അവിടെ സെറ്റിലായി അവിടെ ഒരു കുടുംബം ഉണ്ടായി അങ്ങനത്തെ ആൾക്കാർ. സിറ്റിസണിന് ഓപ്പോസിറ്റ് ആയിട്ട് ബെനിഫിറ്റ് ഉണ്ട്, നമ്മള് ടാക്സ് അടിച്ചിട്ട് ബെനിഫിറ്റ്സ്, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, ബെറ്റർ ഹോസ്പിറ്റൽ എല്ലാം കിട്ടുന്നില്ല. ഇതൊക്കെ കൺട്രീന്റെ ഡെവലപ്മെന്റ്, എക്കണോമി ഡെവലപ്മെന്റ്. പൊതുവെ ഇന്ത്യക്കാര് ഭയങ്കര കമന്റ്സ് ഒക്കെ കാണണം, പുറത്തുള്ള ഇന്ത്യക്കാരുടെ ഒക്കെ ഭയങ്കര ഇപ്പൊ ഒരു 1-2 വർഷമായിട്ട്, ഒരു വർഷമാണെന്നുണ്ട് ഭയങ്കര നമ്മുടെ നാട്ടുകാരെ കുറ്റം പറയണതൊക്കെ ഒരുപാട് വീഡിയോസ്. പിന്നെ ഒരു പരിധി വരെ സത്യമാണ്. ഫോർ എക്സാമ്പിൾ മറ്റേ സ്മെല്ലിന്റെ കാര്യം, അത് സത്യമല്ലേ. നമുക്ക് ഒരു 5 വർഷം മുമ്പ് നമ്മള് ജാക്കറ്റ് സ്മെല് ചെയ്ത് അത് സത്യമല്ലേ. നമ്മളെ ഭക്ഷണം ഫുഡ് അങ്ങനത്തെ ഫുഡാണ്. അപ്പൊ അത് നമ്മൾ ടേക്ക് കെയർ ചെയ്യണം, അത് ആരും റെസ്പോൺസിബിലിറ്റി അല്ല. നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോകുമ്പോ അതായത് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും അവിടെ. നമുക്ക് ഇന്ത്യയിൽ യൂസ്ഡ് ആവാം, കാരണം എല്ലാവരും മസാലയും ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, പബ്ലിക് പ്ലേസിൽ നമ്മൾ പോകുമ്പോ ഈ ഇത് ഭയങ്കര സ്മെല്ലി ആയി തോന്നുന്ന. ഇവിടെ വന്ന സമയത്ത് നമ്മളോട് ഇവിടെ ഉള്ളൊരു നമ്മോട് പറഞ്ഞു ജാക്കറ്റ് ഉള്ളിലിട്ടോട്ടോ, മസാല മണം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകൂല പറഞ്ഞു. നമ്മള് കളിയാക്കി കിച്ചണൊക്കെ തുറന്നിട്ട് കുക്ക് ചെയ്യും. മൂപ്പരിട്ട് വന്ന് ചൂടായിട്ട് നിങ്ങളോടല്ലേ പറഞ്ഞു കിച്ചൺ അടച്ചിടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കലിപ്പൊക്കെ ഇട്ടു. നമ്മൾ അന്ന് ശ്രദ്ധിച്ചില്ല, നമ്മളൊക്കെ സഞ്ചരിക്കുന്ന ഗരം മസാലകളായിട്ട് അങ്ങനെ പല റൂട്ടുകൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ. അതിപ്പോ നാട്ടിൽ നിന്ന് കണ്ട് മനസ്സിലാവില്ല, കാരണം നാട്ടിലെ എല്ലായിടത്തും പോയാലും ഈ ഒരു സ്മെല്ല് എല്ലായിടത്തും. എത്രത്തോളം നാട്ടിലത്തെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റും എനിക്കറിയില്ല ഈ ഒരു ടോപ്പിക്. പക്ഷെ പുറത്ത് പോയി സഞ്ചരിച്ച ഒരാൾക്ക് എന്തായാലും ഒരു ബേസിക് ആയിട്ട് നമുക്കിപ്പോ നാട്ടിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ നാട്ടിലെ നോർത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇപ്പോ അന്യസംസ്ഥാന തൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ വേറെയാണ് അല്ലെ. അപ്പൊ അവര് നമ്മളുടെ ലൈഫ് സ്റ്റൈലും വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ അവരെ അപ്പൊ അവര് റൂമിലൊക്കെ ഇവര് കുളിക്കൂല, അല്ലെങ്കിൽ സ്മെല്ലാണ്, പാൻ മസാലയുടെ സ്മെല്ലാണ് എന്നൊക്കെ പറയില്ലേ, തുപ്പി വെക്കും എന്നൊക്കെ പറയില്ലേ. അതൊന്നും ആലോചിച്ചാൽ മതി ഇങ്ങോട്ട്. അപ്പൊ അതിനെ പറ്റി ഇത്രയുണ്ട് ആൾക്കാർ സംസാരിക്കണൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ പറഞ്ഞാൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഒരാളിപ്പോ ടേക്ക് കെയർ ചെയ്താലേ നടപടി. പിന്നെ അതുപോലെ എല്ലാ ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരും വൈറ്റ് പീപ്പിൾ ഇവരത്ര അങ്ങനെ എല്ലാരും അല്ലേനും കുറെ ആൾക്കാർ വെൽക്കം ചെയ്യണം. കുറെ ആൾക്കാർക്ക് ഇന്ത്യനോട് നല്ല താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ ഇതിൽ വരാൻ പോണ കുറച്ച് ആൾക്കാർ ഉണ്ട്. അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ നല്ല താല്പര്യമുള്ള ആൾക്കാർ ഓപ്പൺ ടു ഇതാണ്. അപ്പൊ ഒക്കെ ഡിപ്പെൻസ് ആണ്. ഇന്ത്യയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, കുറെ നല്ല കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒരുപാടല്ല, തെറ്റില്ലാത്ത നമ്പർ ഓഫ് നല്ല കാര്യങ്ങളുണ്ട്. അതെ ഒരുപാടുണ്ട്, ശരിയാ. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് സമയമായി. പിന്നെ നമ്മള് ഇന്ന് പ്രത്യേകിച്ച് ടോപ്പിക് ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി പിന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മള് ടോപ്പിക്കിനെ പറ്റി ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന ആൾക്കാരല്ല. നമ്മളൊരു ഫ്രണ്ട്സ് ഇരുന്ന് വെറുതെ സംസാരിക്കണം,
അതിങ്ങനെ വീഡിയോ എടുത്തിടണോ, അതെ, ഇഷ്ടമുള്ളവര് കാണണോ, സബ്സ്ക്രൈബ് പറയുന്നു. അപ്പൊ നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, നിങ്ങള് നമ്മുടെ ചാനലിൽ കയറുന്ന കണ്ടന്റ് ഒരിക്കലും വൺ സൈഡഡ് അല്ല. നമ്മള് മൂന്നാളും ഒരു രാഷ്ട്രീയവും, ഞാൻ ഇന്നെപ്പറ്റി പറയല്ല, നമുക്ക് മൂന്നാളും ഒരേമാതിരത്തെ ആൾക്കാരാണ്. രാഷ്ട്രീയം ഒന്നും പ്രൊപ്പഗണ്ട ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അതിന് വരുന്ന സാധനങ്ങള് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുക, എല്ലാം പറയാം, പക്ഷെ ഒരു അസംഷനിക്ക് എത്തണ്ടെന്നാണ് എന്റെ അഭിപ്രായം. എന്താ പിന്നെ നമ്മള് മൂന്നാൾ ഇരുന്ന് പറഞ്ഞിട്ടില്ല, ഒരാള് ഗസ്റ്റ് അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കേൾക്കുക, ആ ഒരു പെർസ്പെക്റ്റീവ് എടുക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നമ്മളെ എപ്പിസോഡ് പറഞ്ഞാൽ ഓൾ ദ പീപ്പിൾ ആർ വെൽക്കം ഹിയർ. ടോളറേറ്റ് ചെയ്യാൻ പഠിക്കുക എല്ലാവരും, അല്ലെ? നമ്മൾ ഒരു ഇത് കണ്ട് വെറുതെ ഇൻടോളറൻസ് അസഹിഷ്ണുത ഒന്നും വേണ്ട ഒരാളോടും. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ളത്, എല്ലാരും ഇതാക്കുക, അത്രേ ഉള്ളൂ. അപ്പോ thank you for watching. Please subscribe. See you next episode. Bye bye. See you next episode. See you next episode. Bye.